പിങ്ക് പോലീസ്, മെഴുവേലി ബാബുജി ക്രൈം ത്രില്ലർ. പ്രസീദേ, ആനന്ദ്രാജ് വിളിച്ചു. എന്തോ? കിച്ചണിലെ ടേബിളിൽ നിന്ന് ടിഫിൻ ബോക്സ് എടുത്ത് ഒരു വട്ടം കൂടി തുടച്ചുകൊണ്ട് പ്രസീദ വിളിക്കേട്ടു. പിന്നെ വേഗം ടിഫിൻ ബോക്സ് ബാഗിനുള്ളിൽ വെച്ചുകൊണ്ട് ഭർത്താവിൻ്റെ റൂമിലേക്ക് ചെന്നു. അരക്കെട്ട് മുതൽ താഴേക്ക് 2 കാലുകളിലും പ്ലാസ്റ്റർ ഇട്ട നിലയിൽ കിടക്കുകയാണ് ആനന്ദ്രാജ്. എന്താ രാജേട്ടാ? കിടക്കയിലിരുന്നുകൊണ്ട് പ്രസീദ അയാളുടെ കരം കവർന്നു. ശേഷം ആ കയ്യിൽ ചുണ്ടമർത്തി. സ്വയം പരിഹസിക്കുന്ന പോലെ ആനന്ദ്രാജ് ചിരിച്ചു. ഉച്ച കഴിഞ്ഞ് ലീവ് കിട്ടുമല്ലോ അല്ലേ? ഇന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പറ്റൂ. മുതലാളിയോട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലീവ് തരാതെ ഇരിക്കില്ല. അവൾ എഴുന്നേറ്റു. നേരം വൈകി. അയാൾ തലയാട്ടി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരിക്കൽ കൂടി സാരി നേരെയാക്കി പ്രസീദ. പൊക്കിൽ കാണാത്ത വിധം സാരി വലിച്ചിട്ടു. മെറൂൺ നിറത്തിലുള്ള കോട്ടൺ സാരിയും അതിന് ചേരുന്ന ബ്ലൗസുമായിരുന്നു പ്രസീദയുടെ വേഷം. വാനിറ്റി ബാഗ് തോളിൽ തൂക്കി പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തി. സ്റ്റൂളിൽ മരുന്നെടുത്ത് വെച്ചിട്ടുണ്ട്, സമയത്തിന് കഴിക്കണം. ആനന്ദ്രാജ് മിണ്ടിയില്ല. പുറത്ത് നല്ല മഴക്കാറുണ്ട്. കുട എടുത്തിട്ടുണ്ടെന്ന് അവൾ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. ചെറിയ ടാർ റോഡിലൂടെ താഴെ മെയിൻ റോഡിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിലും ഒരു തേങ്ങൽ ബാക്കി നിന്നു. രാജേട്ടൻ. 2 മതക്കാരായ തങ്ങൾ ഇരു വീട്ടുകാരെയും അവഗണിച്ച് പോലീസ് സഹായത്തോടെ വിവാഹം ചെയ്തത്. ഒരാഴ്ച കാലത്തെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പെട്ടെന്ന് ജീവിതം മാറി മറിഞ്ഞത്. പത്തനംതിട്ടയ്ക്ക് ബൈക്കിൽ പോകുമ്പോൾ പിന്നിലൂടെ പാഞ്ഞെത്തിയ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. താൻ തെറിച്ച് ഓടയിൽ വീണു. വലത്തേക്ക് മറിഞ്ഞ രാജേട്ടൻ്റെ കാലുകളിലൂടെ അതേ ടിപ്പർ കയറിയിറങ്ങി. 2 മാസത്തെ ആശുപത്രിവാസം. തിരികെ എത്തുമ്പോൾ സഹായിക്കാൻ ആരുമില്ല. 2 വീട്ടുകാരും നേരത്തെ കൈയൊഴിഞ്ഞതാണല്ലോ. പ്രസീദയ്ക്ക് പത്തനംതിട്ടയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലിയുണ്ട്. അതാണ് ഏക വരുമാനം. അതിസുന്ദരിയാണ് പ്രസീദ. ചന്ദനത്തിൻ്റെ നിറവും ചാമ്പയ്ക്ക നിറമുള്ള ചുണ്ടുകളും പിടയ്ക്കുന്ന കണ്ണുകളും ഒതുങ്ങിയ ശരീരവും നിറഞ്ഞ മാറിടങ്ങളും. ധനകാര്യ സ്ഥാപനത്തിൽ എത്തുന്നവരുടെ കണ്ണുകൾ അവളിലായിരിക്കും. വയറ്റത്തെ സാരിയെങ്ങാനും മാറിയാൽ പിന്നെ പറയുകയും വേണ്ട. പ്രസീദ റോഡിൽ എത്തിയപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി. വെയിറ്റിംഗ് ഷെഡിലേക്ക് അവൾ വേഗം കയറി നിന്നു. 10 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചുകുട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മുഷിഞ്ഞ ഡ്രസ്സുള്ള പെൺകുട്ടി. ചേച്ചി, അവൾ പ്രസീദയെ നോക്കിക്കൊണ്ട് ഒരു തുണ്ട് പേപ്പർ നീട്ടി. ഈ വീടൊന്ന് പറഞ്ഞു തരുമോ? പ്രസീദ അത് വാങ്ങി നോക്കി. റോഡിന് എതിർഭാഗത്തെ റോഡിലൂടെ അല്പം പോകണം. പൊടുന്നനെ അവളുടെ നെറ്റി ചുളിഞ്ഞു. ആ വീട് കുറേ കാലമായി അടഞ്ഞു കിടക്കുകയാണല്ലോ. അവിടെ ആരുമില്ല കുട്ടി, പ്രസീദ പറഞ്ഞു. ഉണ്ട്, 2 ദിവസമേ ആയുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ട്, നിഷ്കളങ്കതയോടെ അവൾ അറിയിച്ചു. നിന്റെ പേരെന്താ? രാഖി, അവൾ അറിയിച്ചു. എങ്കിൽ പിന്നെ നിനക്ക് വീട് അറിയാത്തതെന്താ? ഞാൻ ആദ്യം വരുമോ ഇവിടെ? പ്രസീദ അമ്പരന്ന് അത് മനസ്സിലാക്കിയിട്ട് എന്നവണ്ണം രാഖി അറിയിച്ചു. ഞാൻ അമ്മാവൻ്റെ വീട്ടിലായിരുന്നു. അവിടുത്തെ പിള്ളേരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ആരും അറിയാതെ വന്നതാ. പ്രസീദയ്ക്ക് അലിവ് തോന്നി രാഖിയോട്. പെട്ടെന്ന് രാഖി അവളുടെ വിരലിൽ പിടിച്ചു. എന്നെ ആ വീട്ടിലൊന്ന് കൊണ്ടുവിടുമോ ചേച്ചി? എന്ത് വേണമെന്നറിയാതെ നിന്നുപോയി പ്രസീദ. എൻ്റെ പൊന്നു ചേച്ചിയല്ലേ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊന്ന് കൊണ്ടുവിട്. രാഖി പ്രസീദയുടെ കൈവിരലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് നിർബന്ധിക്കുകയാണ്. പ്രസീദ ചുറ്റും നോക്കി. മഴയ്ക്ക് വേഗത കൂടി വരുന്നു. രാഖിയെ അവിടെ ഉപേക്ഷിച്ച് പോകാനും അവൾ മടിച്ചു. കൊച്ചുകുട്ടികൾക്കും വൃദ്ധ സ്ത്രീകൾക്കും വരെ സുരക്ഷിതമില്ലാത്ത കാലമാണ്. താൻ സ്ഥിരമായി പോകാറുള്ള ബസ് വരുന്നത് അവൾ കണ്ടു. എന്തു വേണം? അവളുടെ മനസ്സിൽ ഒരു സംഘർഷമുണ്ടായി. അവളെ കണ്ടതേ ഡ്രൈവർ ബസ് നിർത്തി. ക്ലീനർ ഡോർ തുറന്നു. വേഗം വാ. മഴ നനയാതെ അകത്തേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് അയാൾ വിളിച്ചു. പോകല്ലേ ചേച്ചി, രാഖി കരയാൻ തുടങ്ങി. പോയിക്കോളൂ, ഞാൻ അടുത്ത ബസ്സിൽ വന്നോളാം, പ്രസീദ ക്ലീനറോട് പറഞ്ഞു. എന്തോ പിറുപിറുത്തുകൊണ്ട് അയാൾ ഡബിൾ ബെൽ അടിച്ചു. മഴയിലൂടെ ബസ് പാഞ്ഞു പോയി. പ്രസീദ കുട നിവർത്തി. മോള് വാ, ചേച്ചിക്ക് പെട്ടെന്ന് പോകണം. രാഖിയെയും ചേർത്ത് പിടിച്ച് അവൾ വെയിറ്റിംഗ് ഷെഡിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടന്നു. മുന്നിൽ ചെമ്മൺ റോഡാണ്. അത് ഒരു കയറ്റത്തിലാണ് അവസാനിക്കുന്നത്. മുന്നോട്ട് പോകുന്നതിനിടയിൽ പ്രസീദ രാഖിയോട് കാര്യങ്ങൾ വിശദമായി തിരക്കി. അച്ഛനമ്മമാർ നിർധനരായതുകൊണ്ട് രാഖിയെ അമ്മാവൻ്റെ വീട്ടിൽ അയച്ചതാണ്, കോന്നിയിൽ. പക്ഷേ +2-നും 10ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന അമ്മാവൻ്റെ മക്കൾ അവളെ ശല്യം ചെയ്യുകയാണ്. മറ്റാരും ഇല്ലാത്ത നേരങ്ങളിൽ അമ്മാവൻ പോലും അവളെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് വശംവദയാക്കുന്നു. പ്രസീദയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ചൈൽഡ് വെൽഫെയർ സെൻ്ററിലും വനിതാ സെല്ലിലുമൊക്കെ വിവരം അറിയിക്കേണ്ട കേസാണ്. പറ്റുമെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസം അങ്ങനെ ചെയ്യണമെന്നും അവൾ തീരുമാനിച്ചു. 10 മിനിറ്റോളം ഇരുവരും നടന്നു. പ്രസീദ രാഖിയെ ഓർമ്മിപ്പിച്ചു. അമ്മാവൻ്റെ വീട്ടിൽ നടന്നതെല്ലാം മോള് അച്ഛനമ്മമാരോട് തുറന്നു പറയണം കേട്ടോ. രാഖിക്ക് പേടി. അവർ എന്നെ തല്ലത്തില്ലേ ചേച്ചി? എന്തിന്? അവൾ കുട്ടിയുടെ ശിരസിൽ തടവി. അതിന് രാഖിമോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തത് അവരല്ലേ. രാഖി ചിന്തയോടെ തലയാട്ടി. ഞാൻ പറഞ്ഞോളാം, മിടുക്കി. പിന്നെ ഇനിയാണെങ്കിലും ആരെങ്കിലും മോളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നാൽ സമ്മതിക്കരുത് കേട്ടോ. അത്തരക്കാരെ മര്യാദ പഠിപ്പിക്കാൻ ഇവിടെ പോലീസ് നിയമവും ഉണ്ട്. രാഖി മൂളി. അവളുടെ കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സിൻ പ്രകാരമുള്ള വീടിന് പുറത്ത് ഇരുവരും എത്തി.
പഴയ തുരുമ്പെടുത്ത ഗേറ്റ് പകുതി തുറന്ന നിലയിലായിരുന്നു. പ്രസീത അകത്തേക്ക് നോക്കി. റബ്ബർ തോട്ടത്തിന് നടുവിൽ ഒരു കൊച്ചു വീടാണ്. മുറ്റത്ത് പുല്ലുകളും കരിയിലകളും നിറഞ്ഞു കിടക്കുന്നു. വീടിൻ്റെ വാതിലും അല്പം തുറന്ന അവസ്ഥയിലാണ്. രാഖിയെയും കൊണ്ട് അവൾ മുറ്റത്തെത്തി. ഏയ് വീട്ടുകാരെ! ഇത്തിരി ശബ്ദമുയർത്തി വിളിച്ചു. അരമിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മെല്ലിച്ച സ്ത്രീ വാതിൽക്കൽ തലനീട്ടി. അമ്മേ! സന്തോഷത്തോടെ രാഖി വിളിച്ചു. മോളെ! ആ സ്ത്രീയിൽ അമ്പരപ്പ്. നീ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ ഇവള് വിശദമായിട്ട് പറഞ്ഞോളും. ഞാൻ പോകട്ടെ. പ്രസീത തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. ഒരു നിമിഷം മോളെ, ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറിയിച്ചു പോ, അവൾ പറഞ്ഞു. സമയമില്ല, ഇനിയൊരിക്കലാവാം. ആ സ്ത്രീ മഴയിലേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് പോയിക്കോളൂ, ഒന്ന് കയറിയിട്ട്. രാഖി അപ്പോഴേക്കും അകത്തേക്ക് ഓടിയിരുന്നു. അവസാനം പ്രസീതയും അകത്തേക്ക് കയറി. പെട്ടെന്ന് പിന്നിൽ വാതിലടഞ്ഞു. അവൾ നടുങ്ങി. ഏയ്, എന്താ ഇത്? പ്രസീത മുറിയിലെ ഇരുട്ടിൽ ചുറ്റും നോക്കി. ആരുമില്ല. രാഖിയുടെ അമ്മ എവിടെ? അവരാണ് പുറത്തുനിന്ന് വാതിൽ അടച്ചതെന്ന് അവൾക്ക് ബോധ്യമായി. പ്രസീതയ്ക്ക് അപകടം മണത്തു. ഏയ്, നിങ്ങൾ വാതിൽ തുറക്കുന്നുണ്ടോ? അവൾ അടഞ്ഞ വാതിലിൽ പിടിച്ചു വലിച്ചു. തുറന്നില്ല. അത് പുറത്തുനിന്ന് ഓടാമ്പലിട്ടെന്ന് അവൾക്ക് വ്യക്തമായി. രക്ഷിക്കണേ! പെട്ടെന്ന് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവൾ വാതിലിൽ അടിച്ചു. അടുത്ത നിമിഷം ലൈറ്റ് തെളിഞ്ഞു. പ്രസീത വെട്ടിത്തിരിഞ്ഞു. അകത്തേക്കുള്ള വാതിലിനരികിൽ 2 പുരുഷന്മാർ. അവരിൽ ഒരാളെ അവൾ തിരിച്ചറിഞ്ഞു. ചിലന്തി സോമൻ, തൻ്റെ ഒരു അകന്ന ബന്ധു. കുറേ കാലം തൻ്റെ പിന്നാലെ നടന്നതാണ്. താൻ വഴങ്ങിയില്ല. വാറ്റും കുടിയും വനത്തിൽ കയറി മൃഗങ്ങളെ വേട്ടയാടലുമാണ് പ്രധാന പണി. പലവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഒപ്പമുള്ള ആളിനെ പ്രസീതയ്ക്ക് മനസ്സിലായില്ല. എങ്കിലും അയാൾ ശരിയല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. ചിലന്തി സോമൻ അവളെ അടിമുടി നോക്കിക്കൊണ്ട് വല്ലാത്ത ഭാവത്തിലൊന്ന് ചിരിച്ചു. ഒരാഴ്ചത്തെ ദാമ്പത്യം. നീ ഒട്ടും ഉടഞ്ഞിട്ടില്ലല്ലോ മോളെ. നേരത്തേതിനേക്കാൾ 10 ഇരട്ടി സുന്ദരി. ആഹാ! അയാൾ നാവ് വളച്ച് മേൽചുണ്ടിൽ ഒന്ന് നക്കി. സോമ! പ്രസീതയുടെ മുഖം ചുവന്നു. പല്ലുകൾ ഞെരിഞ്ഞു. എന്തോ? അയാൾ ഈണത്തിൽ വിളി കേട്ടു. മര്യാദയ്ക്ക് ഈ വാതിൽ തുറക്കുന്നോ ഇല്ലയോ? ഇല്ല ഇല്ല. സോമൻ ചിരിക്കുകയാണ്. അന്യജാതിക്കാരനെ കെട്ടിയ നിന്നെ വീട്ടുകാർ ഉപേക്ഷിച്ചടി. എന്ത് ചെയ്യാനുള്ള അവകാശം തീരെഴുതി തരികയും ചെയ്തു. ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒന്ന് നിർത്തിയിട്ട് ചിലന്തി തുടർന്നു. ഇതിപ്പോൾ കേരളത്തിലെ ഒരു ഫാഷനാണടി. അടുത്തിടെ ഒരുപാട് കേട്ടിട്ടില്ലേ നീയും? ആദ്യ പരിപാടിയായി നിന്റെ ഭർത്താവിനെ കൊല്ലുകയായിരുന്നു ലക്ഷ്യം. അതിനാ നിനക്കൊന്നും പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ ടിപ്പറിടിപ്പിച്ചത്. പക്ഷേ കുറച്ച് ഭാഗ്യമുണ്ട് ആ മോന്, നിന്റെ ഭർത്താവിന്. അതാ അത്രയും കൊണ്ട് രക്ഷപ്പെട്ടത്. ശിരസിൽ കനത്തൊരു പ്രഹരയേറ്റതുപോലെ തോന്നി പ്രസീതയ്ക്ക്. അപ്പോൾ ആ ആക്സിഡൻറ്റ്? ചിലന്തിയുടെ ഒപ്പമുണ്ടായിരുന്നവനാണ് ബാക്കി പറഞ്ഞത്. ഞാനാണ് ടിപ്പർ ഓടിച്ചത്. എനിക്ക് ആദ്യമായി പറ്റിയ പിഴവ്. സാരമില്ല. നിന്റെ ഈ ശരീരം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ഏറ്റെടുത്തതും. അതുകൊണ്ട് ഇനി കുറേ കാലം നമുക്ക് സുഖിച്ചങ്ങ് ജീവിക്കാൻ വേണ്ടി. പ്രസീതയുടെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗതയേറി. തലച്ചോറിനുള്ളിൽ അനേകം കരുതലുകൾ പുളഞ്ഞു. അവൾ തൻ്റെ ഭർത്താവിനെ ഓർത്തു. ഇവന്മാർ കാരണം. അതോടെ പ്രസീത മറ്റെല്ലാം മറന്നു. അവളുടെ ഉള്ളിൽ ഒരു വന്യമൃഗം ചുരമാന്തി. എടാ! ചീറിക്കൊണ്ട് അവൾ മുന്നോട്ട് കുതിച്ചു. ബാഗുയർത്തി ചിലന്തി സോമനെയും കൂടെ ഉണ്ടായിരുന്നവനെയും അടിച്ചു. പട്ടിച്ചി! വെട്ടിത്തിരിഞ്ഞ കൈവീശി ഒരടിയായിരുന്നു ചിലന്തി. അമ്മേ! നിലവിളിച്ചുകൊണ്ട് പ്രസീത വട്ടം കറങ്ങി താഴെ വീണു. ചിലന്തിയുടെ ഒപ്പമുണ്ടായിരുന്നവൻ അവളുടെ കൈകൾ പിന്നോട്ട് തിരിച്ചു ബന്ധിച്ചു. വിടടാ, എന്നെ വിടാൻ! അവൾ കുതറിപ്പറഞ്ഞു. പുറത്തെ ശക്തമായ മഴയിൽ അവളുടെ വിലാപം അലിഞ്ഞു ചേർന്നു. ചിലന്തി പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നൊരു കർച്ചിഫ് വലിച്ചെടുത്ത് പ്രസീതയുടെ വായിൽ കുത്തിത്തിരുകി. ഡാനി, ഇവളെ പൊക്കിക്കോ പറഞ്ഞിട്ട് ചിലന്തി അകത്തെ വാതിൽ കടന്ന് പിറകിലെ വാതിൽക്കിലേക്ക് പാഞ്ഞു. ഡാനി പ്രസീതയെ വലിച്ചു പൊക്കി. പിന്നെ ആവേശം അടക്കാൻ പറ്റാത്തതുപോലെ അവളുടെ നിമ്നോന്നതങ്ങളിൽ ഒന്ന് തടവി. ശേഷം ഉയർത്തി തോളിലിട്ടു. അപ്പോഴും പ്രസീത പിടഞ്ഞു. ചിലന്തി സോമൻ കെട്ടിടത്തിന് പിന്നിലെ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. അവിടെ മഴയിൽ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു. പ്രസീതയുടെ പിടച്ചിൽ അസഹ്യമായപ്പോൾ ഡാനി അവളെ തോളിൽ നിന്നിറക്കി. ശേഷം കവിളടക്കം ഒന്നുകൂടി പൊട്ടിച്ചു. ഇനി നീ അനങ്ങിയാൽ നിന്റെ മുന്നിലിട്ട് ആനന്ദരാജ് എന്ന നിന്റെ ഭർത്താവിനെ ഞങ്ങൾ വെട്ടിക്കയറും, പട്ടിയെ പോലെ. അത് വേണോടേ! ഡാനി ചീറി. പ്രസീത വല്ലാതെ ഒന്നുലഞ്ഞു. രാജേട്ടൻ! ചിലന്തി സോമൻ ആ അംബാസിഡർ കാറിൻ്റെ പിന്നിലെ ഡോർ തുറന്നു പിടിച്ചു. ഡാനി അവളെ അതിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. രാഖി എന്ന് പേര് പറഞ്ഞ പെൺകുട്ടിയും അവളുടെ അമ്മയെന്ന് പറഞ്ഞ സ്ത്രീയും അതിനുള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. പകയോടെ പ്രസീത അവരെ നോക്കി. ഇരുവരും അപരിചിത ഭാവത്തിൽ ഇരിക്കുകയാണ്. അനങ്ങാതെ മര്യാദയ്ക്കിരുന്നാൽ നിനക്ക് നല്ലത്. ചിലന്തി ഒരിക്കൽ കൂടി അവൾക്ക് മുന്നറിയിപ്പ് നൽകി. മഴ ആർത്തരച്ച് പെയ്തുകൊണ്ടിരുന്നു. ചിലന്തി കാറിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. കോ ഡ്രൈവർ സീറ്റിൽ ഡാനിയും. ആ കെട്ടിടത്തെ ഒന്ന് വലം വെച്ച് കാർ റോഡിലേക്ക് ഇറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞു. ആ സമയം കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള വണ്ടിപ്പേട്ടയിൽ അലങ്കരിക്കപ്പെട്ട സ്റ്റേജിൽ ആഭ്യന്തരമന്ത്രിയും MLA-യും അടക്കം ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ പ്രബലർ പലരും ഉണ്ടായിരുന്നു. സ്റ്റേജിന് മുന്നിൽ പിങ്ക് പോലീസ് എന്നെഴുതിയ ടൊയോട്ട കാർ. അതിൽ പിങ്ക് നിറത്തിൽ ചതുരക്കള്ളികളുടെ ഡിസൈൻ ഉണ്ടായിരുന്നു. കാറിന് മുകളിൽ CCTV ക്യാമറയും വയർലെസ് സംവിധാനവും പോലീസിൻ്റെ മൈക്ക് സെറ്റും മറ്റുമുണ്ട്. കാറിനരികിൽ ഒരു വനിതാ SIയുടെ നേതൃത്വത്തിൽ കാക്കിയണിഞ്ഞ 5 സ്ത്രീകൾ. ആഭ്യന്തരമന്ത്രി തൻ്റെ പ്രസംഗം തുടരുകയാണ്. പ്രധാനമായും സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയാണ് കേരളത്തിൽ പിങ്ക് പോലീസിന് രൂപം നൽകിയിരിക്കുന്നത്.
ഏത് സമയത്തും സ്ത്രീകൾക്ക് പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 999 വിളിക്കാം. 10 മിനിറ്റിനുള്ളിൽ വനിതാ പോലീസ് സംഘം അവിടെ എത്തിയിരിക്കും. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഹർഷാരവം മുഴക്കി. മന്ത്രി തുടർന്നു. പത്തനംതിട്ടക്കാരനായ ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ പിങ്ക് പോലീസിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇനി ഈ യൂണിറ്റിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ്, ആഭ്യന്തരമന്ത്രി രാജസേനൻ പറഞ്ഞു നിർത്തി. സ്റ്റേജിലിരുന്ന SP അരുണാചലം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് സ്റ്റേജിലേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. 5 പേരും സ്റ്റേജിലെത്തി അറ്റൻഷനായി. SP ആണ് ജനങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തിയത്. SI വിജയ, ടീം ലീഡർ, CPO നിർമ്മലയും പോലീസ് കോൺസ്റ്റബിൾ ശാന്തിനിയും അമലയും, പോലീസ് ഡ്രൈവർ സുമം. ആഭ്യന്തരമന്ത്രി രാജസേനൻ ടൊയോട്ടയുടെ കീ സുമത്തിന് കൈമാറി. ജനങ്ങൾക്കിടയിൽ വീണ്ടും കരഘോഷം. കോഴഞ്ചേരിയിൽ പിങ്ക് പോലീസ് പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവർ. പ്രസംഗം അവസാനിപ്പിക്കാൻ നേരം മന്ത്രി ഇത്രയും കൂടി പറഞ്ഞു. നിങ്ങൾക്ക് പ്രതികളെ പിടിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ എത്തിക്കുന്നതാണ് ഡ്യൂട്ടി, അറിയാമല്ലോ. പിന്നെ കേസെടുക്കുന്നതും FIR തയ്യാറാക്കുന്നതും അടക്കമുള്ള ജോലി പോലീസ് സ്റ്റേഷനിലേതാണ്. മന്ത്രി SI വിജയെ ഒന്ന് നോക്കി. യൂണിഫോമിനുള്ളിൽ കടഞ്ഞെടുത്തതുപോലെയുള്ള മേനിയഴക്. അയാൾ പെട്ടെന്ന് നോട്ടം മാറ്റി. മീഡിയക്കാരുടെ ക്യാമറകൾ അതിദ്രുതം മിന്നിക്കൊണ്ടിരുന്നു. മന്ത്രി മറ്റൊരു ഉറപ്പുകൂടി നൽകി. ഏത് സമയത്തും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സഹായം ലഭ്യമാകും. പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നിങ്ങൾക്ക് കർശനമായ നിലപാടെടുക്കാം. ഒരിടത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാകില്ല. ഇത് എൻ്റെ വാക്കാണ്, സർ. വിജയും ഒപ്പമുള്ളവരും മന്ത്രിക്കും SP-ക്ക് ഒരു വട്ടം കൂടി സല്യൂട്ട് നൽകി. ശേഷം സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. പൊടുന്നനെ വിജയുടെ സെൽഫോൺ ശബ്ദിച്ചു. അവൾ അതെടുത്ത് കാതിൽ ചേർത്തു. പിങ്ക് പോലീസ് അല്ലേ? ഒരു സ്ത്രീയുടെ സ്വരം. അതെ, പറയൂ. വിജയ ജാഗരൂകയായി. എന്നെ രക്ഷിക്കണം. അപ്പുറത്ത് നിന്നൊരു പൊട്ടിക്കരച്ചിൽ. പിങ്ക് പോലീസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യത്തെ കാൾ. SI വിജയുടെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗതയേറി. ഹലോ, ആരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? വിജയ തിടുക്കത്തിൽ തിരക്കി. പക്ഷേ മറുപടിയല്ല കേട്ടത്. ഒരടി ഒച്ച, ഒപ്പം നേരത്തെ വിളിച്ച സ്ത്രീയുടെ നിലവിളിയും. വിജയ ഒന്ന് ഞെട്ടി. ഫോൺ പെട്ടെന്ന് കട്ടായി. SP അരുണാചലം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരാ വിളിച്ചത്? അയാൾ തിരക്കി. ചുരുങ്ങിയ വാക്കുകളിൽ വിജയ കാര്യം പറഞ്ഞു. ഉടൻ ആ നമ്പർ സൈബർ വിങ്ങിന് കൈമാറൂ. അവർ ലൊക്കേഷൻ കണ്ടെത്തി പറഞ്ഞു തരും. ഹറിയപ്പ്. സർ. സൈബർ സെല്ലിലേക്ക് വിളിച്ചുകൊണ്ട് തന്നെ വിജയ മറ്റുള്ളവരെയും കൂട്ടി സ്റ്റേജിൽ നിന്നിറങ്ങി. സൈബർ സെല്ലിന് നമ്പർ പറഞ്ഞു കൊടുത്തു. ഡ്രൈവർ സുമ ടൊയോട്ടയുടെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി. വിജയ മുൻസീറ്റിൻ്റെ ഇടതുഭാഗത്തേക്കും ബാക്കി സബോർഡിനേറ്റ്സ് പിന്നിലും കയറി കാർ റോഡിലേക്ക് പാഞ്ഞു. പെട്ടെന്ന് വിജയയ്ക്ക് ഒരു സംശയം. തന്നെ വിളിച്ച നമ്പർ അവൾ ഒന്നുകൂടി പരിശോധിച്ചു. അവളിൽ പെട്ടെന്നൊരു ഭാവമാറ്റം. കോളേജിലെ തൻ്റെ കൂട്ടുകാരി പ്രസീതയുടെ നമ്പർ. അവളുടെ വിവാഹം വിവാദമായിരുന്നെന്നും പിന്നീട് അവൾക്കും ഭർത്താവിനും ആക്സിഡൻറ്റ് സംഭവിച്ചതും വിജയമ്മ പെട്ടെന്നോർത്തു. 2 മിനിറ്റിനുള്ളിൽ സൈബർ വിങ്ങിൽ നിന്ന് മറുപടി കിട്ടി. പ്രസീതയുടെ അതേ നമ്പർ. അവൾ ഒരു വാഹനത്തിലാണ്. വാഹനം ഇപ്പോൾ ഇലന്തൂർ നെടുവേലിക്ക് മുക്ക് കഴിഞ്ഞ് കോഴഞ്ചേരി ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുമ, തെക്കേമലയ്ക്ക് വിട്ടോ? വിജയ ധൃതി കൂട്ടി. സുമ ആക്സിലേറ്റർ ഞെരിച്ചു. എതിരെ വന്ന വാഹനങ്ങളെ വെട്ടിയൊഴിഞ്ഞ് ടൊയോട്ട കുതിച്ചു. തെക്കേമലയിൽ വെച്ച് വാഹനങ്ങൾ ചെക്ക് ചെയ്യാനായിരുന്നു വിജയയുടെ പദ്ധതി. അല്ലെങ്കിൽ അവിടെ നിന്ന് വണ്ടി ചെങ്ങന്നൂർ ഭാഗത്തേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഏത് വണ്ടിയാണ് എന്ന് അറിയാത്തതിനാൽ എല്ലാ വാഹനങ്ങളും പരിശോധിക്കേണ്ടി വരും. തെക്കേമല ജംഗ്ഷൻ. തമിഴ്നാട്ടുകാരായ കുറേ തൊഴിലാളികൾ അപ്പോഴും അവിടെയുണ്ട്. നേരത്തെ ഇവിടം തമിഴ്നാട് പോലെ ആയിരുന്നെന്നും ബംഗാളികളുടെ വരവോടെ തമിഴ്നാട്ടുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നും വിജയ ഓർത്തു. ടൊയോട്ട ഇടതുഭാഗം ചേർത്ത് ഒതുക്കിയിട്ട് വനിതാ പോലീസ് സംഘം റോഡിലിറങ്ങി. ഇലന്തൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ തുടങ്ങി. ആ സമയം പ്രസീതയെ കയറ്റി കൊണ്ടുവന്ന അംബാസഡർ കാർ കാരംവേലിയോട് അടുക്കുകയായിരുന്നു. സീറ്റിൽ ശിരസ്സൊടിഞ്ഞതുപോലെ മുന്നോട്ട് കുനിഞ്ഞിരിക്കുകയാണ് പ്രസീത. കവിളിലേറ്റ അടിയുടെ ആഘാതം അത്രയ്ക്ക് വലുതായിരുന്നു. മുന്നിലിരുന്ന ഡാനി അവൾക്ക് നേരെ വീണ്ടും ചീറി. ഇനി ഒരു വട്ടം കൂടി എന്തെങ്കിലും ഫൗൾ പ്ലേയ്ക്ക് മുതിർന്നാൽ ആ നിമിഷം നിന്റെ ശവം ഈ കാറിനുള്ളിൽ കിടന്ന് പിടയ്ക്കും. നിന്റെ വീടിനടുത്തുണ്ട് ഞങ്ങളുടെ ആളുകൾ. അപ്പോൾ തന്നെ നിന്റെ ഭർത്താവിനെയും തീർക്കും. ഒറ്റയക്ഷരം ഉരിയാടിയില്ല പ്രസീത. വിങ്ങിപ്പൊട്ടുകയാണ് അവൾ. കൈകൾ പിന്നിൽ ബന്ധിച്ചിരിക്കുകയാണെങ്കിലും ഒരു ഭാഗത്തുകൂടി വല്ലവിധേനയും അവൾ തൻ്റെ ബാഗിൽ നിന്ന് സെൽഫോൺ എടുക്കുകയും പിങ്ക് പോലീസിൻ്റെ 3 അക്ക നമ്പർ ഡയൽ ചെയ്യുകയുമായിരുന്നു. എവിടെ? ആ ഫോണിങ് എടുക്കണേ. പിറകിൽ പ്രസീതയ്ക്ക് ഒപ്പമിരുന്ന സ്ത്രീയോട് ഡാനി കൽപ്പിച്ചു. അടിയേറ്റപ്പോൾ പിടിവിട്ടു പോയിരുന്ന ഫോൺ ആ സ്ത്രീ എടുത്ത് ഓഫ് ചെയ്തു. കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അവളത് ഡാനിക്ക് കൈമാറി. കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി അയാളത് വെള്ളം നിറഞ്ഞൊഴുകുന്ന ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് ചിലന്തി സോമൻ കാർ സഡൻ ബ്രേക്ക് ഇട്ടു. എന്താ സോമ? കാർ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ മുന്നോട്ടഞ്ഞ ഡാനി ഡാഷ്ബോർഡിന് മീതെ കൈപ്പട അമർത്തിക്കൊണ്ട് തിരക്കി. ചിലന്തി സോമൻ മുഖം കണ്ട് മുന്നോട്ട് ആംഗ്യം കാട്ടി. ഡാനിയും കണ്ടു. കാരംവേലി സ്കൂൾ കഴിഞ്ഞ് തൊട്ടടുത്ത വളവിൽ ഇടതുഭാഗത്തെ കനാൽ റോഡിൽ നിന്ന് പകുതി റോഡിലേക്ക് ഇറങ്ങിയ നിലയിൽ ഒരു ഇന്നോവ കാർ. ഡാനിയുടെ മുഖം വിളറി. നാശം. വൈകിട്ട് ഇവളെ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട്
ചിലന്തി മറുപടി പറഞ്ഞില്ല. അപ്പോഴേക്കും ഇന്നോവയുടെ ഡ്രൈവർ ഇറങ്ങി. മഴയിലേക്ക് കുട നിവർത്തി അയാൾ അംബാസിഡർ കാറിനടുത്തെത്തി. ഡാനി വിൻഡോ താഴ്ത്തി. ഡ്രൈവർ അകത്തേക്ക് തലയിട്ട് നോക്കി. കുനിഞ്ഞിരിക്കുന്ന പ്രസീതയെ കണ്ടു. സാറ് കാറിനുള്ളിലുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ പോരാൻ പറഞ്ഞു. ചിലന്തിയുടെയും ഡാനിയുടെയും മുഖം കറുത്തു. അങ്ങനെയല്ലായിരുന്നല്ലോ കണ്ടീഷൻ. ചിലന്തിക്ക് നീരസം. അതൊന്നും എനിക്കറിയില്ല. ഒക്കെ സാറിനോട് പറഞ്ഞോ. പിന്നെ തെക്കേമലയിൽ പിങ്ക് പോലീസ് ഇവളെ തിരയുന്നുണ്ട്. ചിലന്തിയും ഡാനിയും മാത്രമല്ല, പിന്നിലിരുന്ന സ്ത്രീയും കുട്ടിയും കൂടി നടങ്ങി. പ്രസീത പെട്ടെന്ന് മുഖം ഉയർത്തി. ആ കണ്ണുകളിൽ ഒരു പ്രകാശം മിന്നി. ശരി, ഞങ്ങൾ വരാം, ചിലന്തി സമ്മതിച്ചു. ശേഷം സ്ത്രീയെയും കുട്ടിയെയും നോക്കി. നിങ്ങളിവിടെ ഇറങ്ങിക്കോ. അയാൾ 2000-ന്റെ ഏതാനും നോട്ടുകൾ മടക്കി സ്ത്രീയെ ഏൽപ്പിച്ചു. അവരും കുട്ടിയും ഇറങ്ങി. ഡ്രൈവർ ചെന്ന് ഇന്നോവയിൽ കയറി. അത് അവിടെയിട്ട് തിരിച്ച് വന്ന വഴിക്ക് പോയി. പിന്നാലെ അംബാസിഡർ കാറും. നിങ്ങൾ എന്നെ ആർക്ക് വിൽക്കാൻ നോക്കുകയാ? പ്രസിദ്ധ നിലവിളിച്ചു. മിണ്ടിപ്പോകരുതെന്ന് നേരത്തെ പറഞ്ഞതാ. ഇനിയൊരു പറച്ചിലില്ല. ഡാനിയുടെ സ്വരത്തിൽ ഭീഷണി മുഴങ്ങി. കനാൽ കഴിഞ്ഞ് ആൾതാമസം ഇല്ലാത്ത ഭാഗത്ത് ഇന്നോവ നിന്നു. തൊട്ടുപിന്നിൽ അംബാസിഡറും. ഇന്നോവയുടെ പിന്നിലെ ഗ്ലാസ് താണു. സ്വർണ്ണ ചെയിനുള്ള വാച്ചണിഞ്ഞ ഒരു കൈ മഴയിലേക്ക് നീണ്ടു. അവളെ കൊണ്ടു ചെല്ലാൻ ഒരു ആംഗ്യം കാണിച്ചിട്ട് കൈ അകത്തേക്ക് വലിഞ്ഞു. ഇങ്ങോട്ടിറങ്ങി വാടി. ഡാനി മഴയിലേക്കിറങ്ങി അവളെയും വലിച്ചിറക്കി. വിട്, എന്നെ വിടറാ, പ്രസിദ്ധ അലറിക്കരഞ്ഞു. പക്ഷേ കൈകൾ ബന്ധിച്ചിരുന്നതിനാൽ അതിന് ബലമുണ്ടായില്ല. ഒരു മാടിനെ എന്ന വണ്ണം അയാൾ പ്രസിദ്ധയെ അരികിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇന്നോവയുടെ പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു. ഡാനി അവളെ അതിനുള്ളിലേക്ക് തള്ളി. പിന്നെ ഡോർ അടഞ്ഞു. ഒരാളുടെ മടിയിലേക്കാണ് പ്രസിദ്ധ മുഖം അടിച്ചു വീണത്. അവൾ പിടഞ്ഞ് മുഖമുയർത്തി. ആ മുഖത്ത് നടുക്കവും അവിശ്വസനീയതയും. രാഹുൽ, നീ? അതെ, അവൻ ചിരിച്ചു. കോളേജിൽ പഠിച്ചപ്പോൾ നിന്റെ പിന്നാലെ ഒരുപാട് നടന്നതല്ലേ ഞാൻ. നിനക്ക് പക്ഷേ ആ താഴ്ന്ന ജാതിക്കാരനെ മതിയായിരുന്നു. അവൻ്റെ വാക്കുകളിൽ പക കത്തി. രാഹുൽ, ഞാനിന്നൊരാളുടെ ഭാര്യയാണ്, പ്രസീത കെഞ്ചി. ആഭ്യന്തരമന്ത്രിയുടെ മകനായി നിനക്കാണോ ഒരു പെണ്ണിന് ബുദ്ധിമുട്ട്? രാഹുൽ തലകുളഞ്ഞു. എന്താണെന്നറിയില്ലടി. ആശിച്ചത് അത് എത്ര കാലം കഴിഞ്ഞാണെങ്കിലും നേടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. രാഹുൽ ഡ്രൈവറുടെ തോളിൽ തട്ടി. സുരേഷേ, നീ വണ്ടിയെടുക്ക്. ഇവളെ രക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന SI വിജയുടെ മുന്നിലൂടെ തന്നെ എനിക്ക് പോകണം. അവളും എൻ്റെ ക്ലാസ്മേറ്റ് ആണല്ലോ. സുരേഷ് ഇന്നോവ തിരിച്ചു. അംബാസിഡറിനെ ഒഴിഞ്ഞ് വീണ്ടും കോഴഞ്ചേരി പത്തനംതിട്ട റോഡിലേക്ക്. അവിടെ നിന്ന് ഇടത്തേക്ക്. തെക്കേമലയോട് അടുത്തപ്പോൾ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടു. ഡ്രൈവർ സുരേഷ് ബ്രേക്ക് അമർത്തി. ഇന്നോവ തൊട്ടുമുന്നിലെ വാഹനത്തോട് ചേർന്ന് നിന്നു. സുരേഷ് പിന്നോട്ട് തിരിഞ്ഞു. രാഹുൽ സാറേ, കർശന പരിശോധനയാണെന്ന് തോന്നുന്നു. നമുക്ക് പണിയാകുമോ? രാഹുൽ പ്രസീതയെ ഒന്ന് നോക്കിയിട്ട് പുച്ഛത്തിൽ ചിരിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ മകൻ്റെ കാർ സെർച്ച് ചെയ്യാൻ അവളുമാർക്ക് ധൈര്യമുണ്ടോ? വിജയും മറ്റും ആരംഭശൂരത്വം കാണിക്കുകയല്ലേ. നടക്കട്ടെന്നേ. പറയുന്നതിനിടയിൽ അവൻ പ്രസീതയെ ഒന്ന് ചേർത്ത് പിടിച്ചു. തീപ്പൊള്ളലേറ്റതുപോലെ അവൾ പിടഞ്ഞു. രാഹുൽ, വേണ്ട. ഓഹോ. അവൻ അവളുടെ ചുണ്ടിൽ അല്പം നോവത്തക്ക വിധത്തിൽ 2 വിരലുകൾ ചേർത്തൊന്ന് പിടിച്ചു. ഹാ. പ്രസീത തല വെട്ടിച്ചു. വാഹനങ്ങൾ സാവധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. തെക്കേ മലയിൽ ഓരോ വണ്ടിയുടെ ഉൾഭാഗവും അരിച്ചു പെറുക്കുകയായിരുന്നു പിങ്ക് പോലീസ്. വിവരമറിഞ്ഞ് കോഴഞ്ചേരിയിലെ ഉദ്ഘാടന വേദിക്ക് അടുത്തുണ്ടായിരുന്ന മീഡിയക്കാരും തെക്കേമലയിലേക്ക് പാഞ്ഞെത്തി. 5ഓളം വീഡിയോ ക്യാമറമാരും അത്ര തന്നെ ഫോട്ടോഗ്രാഫർമാരും ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു. രാഹുലിൻ്റെ ഇന്നോവയ്ക്ക് മുന്നിൽ ഒരു ലോറിയായിരുന്നു. അത് കടത്തിവിട്ട് കഴിഞ്ഞ് SI വിജയ കെയിൻ കൊണ്ട് ഇന്നോവ നിർത്താൻ ആംഗ്യം കാട്ടി. സുരേഷിന് വാസ്തവത്തിൽ ഭയമുണ്ടായിരുന്നു. മന്ത്രിപുത്രൻ രക്ഷപ്പെട്ടെന്നിരിക്കും, പക്ഷേ ഇവളെ പോലീസ് പിടിച്ചാൽ കുടുങ്ങുന്നത് ഞാനായിരിക്കും. വിജയ ഡ്രൈവർ സീറ്റിനരിയിലേക്ക് വന്നു. ആ ക്ഷണം രാഹുൽ പ്രസീതയെ സീറ്റിനടിയിലേക്ക് തള്ളി താഴ്ത്തിപ്പിടിച്ചു. ഒപ്പം കാതിൽ ഒരു മുരൾച്ചയും. അനങ്ങാതെ അവിടെ ഇരുന്നോണം. SI വിജയ ഡോർ ഗ്ലാസിൻ കെയിൻ കൊണ്ട് പതുക്കെ മുട്ടി. വിറയ്ക്കുന്ന വിരൽ കൊണ്ട് സുമേഷ് പവർ വിൻഡോയുടെ സ്വിച്ച് അമർത്തി. പകുതിയോളം ഗ്ലാസ് താഴ്ന്നതും കൈ പിൻവലിച്ചു. വിജയ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. താനെന്താ വിളറിയിരിക്കുന്നത്? ഓ, ഒന്നുമില്ല മാഡം. നല്ല പനിക്കോള്. വിജയ അമർത്തി മൂളി. ആരാ വണ്ടിയിൽ? VVIP ആണ് മാഡം. ആഭ്യന്തരമന്ത്രിയുടെ മകൻ. രാഹുലോ? പകുതി താഴ്ന്ന ഗ്ലാസ്സിലൂടെ വിജയ പിൻസീറ്റിലേക്ക് നോക്കി. ഹായ് വിജയ. രാഹുൽ പുഞ്ചിരിച്ചു. ഈ വേഷത്തിൽ തന്നെ കാണാൻ നല്ല സ്റ്റൈലാ കേട്ടോ. താങ്ക്സ്. ബൈ ദ ബൈ, രാവിലെ എങ്ങോട്ടാ? തിരുവല്ലയ്ക്ക്. ശരി, വിട്ടോ. സുരേഷിനോട് പറഞ്ഞിട്ട് പിന്തിരിയാൻ ഭാവിക്കുകയായിരുന്നു വിജയ. പെട്ടെന്നാണ് കാറിനുള്ളിൽ നിന്ന് ആരോ ശ്വാസം കിട്ടാതെ പിടയുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടത്. വിജയ വീണ്ടും നോക്കി. സീറ്റിനടിയിൽ നിന്ന് ഒരു ശിരസിൻ്റെ അല്പഭാഗം കണ്ടു. രാഹുൽ വീണ്ടും അത് താഴ്ത്താൻ ശ്രമിക്കുന്നു. നിർത്തടാ. വിജയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു. അത് കേട്ട് മീഡിയ ഫോട്ടോഗ്രാഫേഴ്സ് പാഞ്ഞെത്തി. സുരേഷിന് മാത്രമല്ല രാഹുലിനും അപകടമടുത്തു. സുരേഷ്, വണ്ടി എടുക്കടാ. രാഹുൽ അലറി. സുരേഷ് ക്ലച്ചമർത്തി മിന്നൽ വേഗത്തിൽ ഗിയർ ചേഞ്ച് ചെയ്തു. ദടുതിയിൽ ആക്സിലേറ്റർ ഞെരിച്ചു. എടുത്ത് ചാടും പോലെ ഇന്നോവ മുന്നോട്ട് കുതിച്ചു. സ്റ്റോപ്പ്. വിജയ വീണ്ടും പറഞ്ഞു. ആറന്മുള ഭാഗത്തുനിന്ന് വന്ന് കോഴഞ്ചേരിക്ക് തിരിഞ്ഞ ഒരു ബൈക്കിനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ബൈക്കും അതിലെ യാത്രക്കാരും ഉൾപ്പെടെ നിരങ്ങിച്ചെന്ന് കോർണറിലുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ കൗണ്ടറിൽ മുട്ടി. സുമം, വണ്ടിയെടുക്ക്. വിജയ ഗർജിച്ചു. സുമ ടൊയോട്ട പോലെ കറക്കിയെടുത്തു. SIയുടെ തൊട്ടുപിറകിൽ ചവിട്ടി നിർത്തി.
വിജയും വനിതാ കോൺസ്റ്റബിൾമാരും ചാടിക്കയറി. വെടിയുണ്ട കണക്കെ ടൊയോട്ട പാഞ്ഞു. ഇന്നോവയ്ക്ക് പിന്നാലെ. രംഗം കണ്ടുനിന്ന വീഡിയോക്കാരുടെ വാഹനങ്ങളും ടൊയോട്ടയ്ക്ക് പിന്നാലെ കുതിച്ചു. സുമം, അവനെ വിടരുത്, വിജയ ആക്രോശിച്ചു. ക്വിക്ക് ക്വിക്ക്. സീറ്റിൽ മുന്നോട്ടാഞ്ഞിരുന്ന SI വിജയ സുമത്തിനെ പ്രോത്സാഹിപ്പിച്ചു. സുമ ആക്സിലേറ്റർ ചവിട്ടിത്താഴ്ത്തി. പെട്ടെന്ന് കണ്ടു, കോഴഞ്ചേരിക്ക് വൺവേ തിരിയുന്ന ഭാഗത്ത് റോഡ് ബ്ലോക്ക്. വണ്ടിപ്പേട്ടയിൽ ഉദ്ഘാടനത്തിനെത്തിയവരുടെ വാഹനങ്ങൾ കാരണമുണ്ടായ ബ്ലോക്കാണെന്ന് സുമത്തിന് മനസ്സിലായി. ഇന്നോവയ്ക്ക് തൊട്ടു മുന്നിൽ സുമം ബ്രേക്ക് അമർത്തി. ഇന്നോവ ട്രാഫിക് സിഗ്നൽ ലംഘിച്ച് വിട്ടുപോകാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ വിജയിച്ചില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് തുടരെ വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നു. കം വിത്ത് മീ, കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് സുമോൻ ചാടിയിറങ്ങി. തൊട്ടു പിന്നാലെ നിർമ്മലയും ശാന്തിനിയും അമരയും കുതിച്ചു ചെന്ന വിജയ കാറിൻ്റെ ഹാൻഡിൽ പിടിച്ചു വലിച്ചു. പക്ഷേ ഡോർ തുറക്കപ്പെട്ടില്ല. അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലോക്ക് എടുക്കടാ. കെയിൻ കൊണ്ട് ഡ്രൈവറുടെ ഭാഗത്തെ ഗ്ലാസിൽ വിജയ ആഞ്ഞടിച്ചു. സുരേഷ് പക്ഷേ അനങ്ങിയില്ല. പോലീസ് വാഹനത്തിന് പിന്നാലെ പാഞ്ഞെത്തി. മീഡിയക്കാർ നിമിഷത്തിനുള്ളിൽ കാർ വളഞ്ഞു. ക്യാമറകൾ കാറിലേക്ക് ഫോക്കസ് ചെയ്തു. രാഹുൽ സാർ. സുരേഷ് നിലവിളിക്കും പോലെ പിന്നോട്ട് തിരിഞ്ഞ് രാഹുലിനെ നോക്കി. അവനും ആകെ വിളറിയിരിക്കുകയാണ്. അവൻ്റെ സീറ്റിനിരുവശത്തുനിന്ന് പിന്നിലും കർട്ടനുള്ളതിനാൽ ഫോട്ടോഗ്രാഫ്സിന് അകത്തെ കാഴ്ച വ്യക്തമാകുന്നില്ല. അതായിരുന്നു ഏക ആശ്വാസം. രാഹുൽ അവസരത്തിന് തുയർന്നു. അവൻ കടപ്പല്ലമർത്തി പ്രസീതയെ നോക്കി. നിന്നെ ഞാൻ വെറുതെ വിടാം, പക്ഷേ ഒരു കണ്ടീഷൻ. നീ റോഡിൽ തളർന്നു വീണെന്നും നിന്നെ ഹോസ്പിറ്റലിലാക്കാൻ ആ വഴി വന്ന ഞാൻ വണ്ടിയിൽ കയറ്റിയതാണെന്നും മാത്രമേ പറയാവൂ. പ്രസീതയുടെ ഇമകൾ വല്ലാതെ വെട്ടി. അവളുടെ ഉള്ളിൽ ഒരു വന്യമൃഗം ചുരമാന്തി. നീ എന്ത് പറയുന്നു? സമയമില്ല, രാഹുൽ ധൃതി കൂട്ടി. സമ്മതിച്ചിരിക്കുന്നു, അവൾ മന്ത്രിച്ചു. രാഹുൽ തിടുക്കത്തിൽ അവളുടെ കൈകൾ ബന്ധിച്ചിരുന്ന കയർ വലിച്ചഴിച്ച് പിൻസീറ്റിലേക്ക് എറിഞ്ഞു. രാഹുൽ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. വീഡിയോ ക്യാമറകൾ അവനെ പൊതിഞ്ഞു. ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറകൾ തുടരെ മിന്നി. ആ നേരത്താണ് എതിർദിശയിൽ നിന്നും SP-യുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വരവ്. പിങ്ക് പോലീസിൻ്റെ വണ്ടിയും ആൾക്കൂട്ടവും കണ്ടപ്പോൾ തന്നെ വണ്ടി നിർത്താൻ മന്ത്രി പറഞ്ഞു. അതിൻ്റെ ഇരുഭാഗത്തെയും ഡോറുകൾ ഒരേ സമയം തുറന്ന് ആഭ്യന്തരമന്ത്രി രാജസേനനും SP അരുണാചലവും ഇറങ്ങി. മകനെ കണ്ടതേ വിളറി വെളുത്തുപോയി മന്ത്രി. അവൻ്റെ പിന്നാലെ ഒരു യുവതി കൂടി കാറിൽ നിന്നിറങ്ങുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അർദ്ധപ്രാണൻ നഷ്ടമായി. എന്താ വിഷയം? SP SIയെ നോക്കി. രക്ഷിക്കണമെന്ന് പിങ്ക് പോലീസിനെ വിളിച്ചു പറഞ്ഞത് ഈ യുവതിയാണ് സാർ. അരുണാചലത്തിൻ്റെ കണ്ണുകൾ കോർത്തു. അയാൾ പ്രസീതയെ അടിമുടി നോക്കി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, സ്ഥാനഭ്രംശം വന്ന സാരി. നേരാണോ കുട്ടി? SP തിരക്കി. അതെ, പ്രസീത ചുണ്ടനക്കി. താൻ പിന്നെ എങ്ങനെ മന്ത്രിയുടെ മകൻ്റെ കാറിലെത്തി? ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയായിരുന്നു ഞാൻ, വഴിയിൽ കിടക്കുന്നു കണ്ടിട്ട്, രാഹുൽ പെട്ടെന്ന് പറഞ്ഞു. മന്ത്രിക്ക് അല്പം ആശ്വാസമായി. അനുനിമിഷം അവിടെ തിങ്ങിക്കൂടുകയാണ് ജനങ്ങൾ. ചാനലുകൾ ഓരോ ഭാഗവും ഓരോ രംഗവും പകർത്തുകയും. അങ്ങനെയല്ല സാർ, പെട്ടെന്ന് പ്രസീത പൊട്ടിക്കരഞ്ഞു. എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്. ചാനലുകാർ മുന്നോട്ട് തള്ളിക്കയറി. ശിരസിൽ ഒരടിയേറ്റതുപോലെ തോന്നി രാഹുലിന്. കണ്ണിൽ ഇരുൾ നിറയുന്നതുപോലെ തോന്നി ആഭ്യന്തരമന്ത്രിക്ക്. SP-ക്കും വിളർച്ച. എങ്ങനെയാ സംഭവം? ചാനലുകൾ പ്രസീതയ്ക്ക് നേരെ മൈക്രോഫോണുകൾ നീട്ടി. പ്രസീത പേടിയോടെ രാഹുലിനെ നോക്കി. പിന്നെ SP അരുണാചലത്തെയും ചാനലുകാരെയും. കുട്ടി പേടിക്കേണ്ട, എന്താണ് സംഭവിച്ചതെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാം. ഇപ്പോൾ തന്നെ ആ ശബ്ദം എയറിലേക്ക് പോകും. ചാനൽ റിപ്പോർട്ടർ രഘുനന്ദൻ പ്രസീതയ്ക്ക് ഉറപ്പ് നൽകി. OB വാനിൻ്റെ കുട നിവരുന്നത് പ്രസീത കണ്ടു. എങ്കിലും അവൾക്കൊരു പേടി. ഓടിയെടുത്ത നാട്ടുകാരും അവളെ പ്രോത്സാഹിപ്പിച്ചു. കുട്ടി പറഞ്ഞോളൂ, ഇവിടെ കുട്ടിയെ ഒരുത്തനും ഒന്നും ചെയ്യത്തില്ല, മന്ത്രിയായാലും മന്ത്രിപുത്രനായാലും. രാഹുൽ വല്ലാതെ വിളറി. മഴ അല്പം ശമിച്ചിരുന്നു. ഇപ്പോൾ വെറും ചാറ്റൽ മാത്രം. എങ്കിലും ആഭ്യന്തരമന്ത്രി രാജസേനൻ വിയർക്കാൻ തുടങ്ങി. മഴവെള്ളം ഒപ്പുന്ന ഭാവത്തിൽ അയാൾ കർച്ചീഫ് എടുത്ത് കഷണ്ടിത്തലയും മുഖവും തുടച്ചു. പറയുന്നേ. ജനങ്ങൾ അക്ഷമരാകുകയാണ്. രാഹുലിനെ ആർക്കും ഇഷ്ടമല്ല, മന്ത്രിയുടെ പാർട്ടിക്കാർക്ക് പോലും. അച്ഛനാണ് കസേരയിൽ ഇരിക്കുന്നതെങ്കിലും മകനാണ് ഭരിക്കുന്നതെന്ന് നേരത്തെ മുതൽ ആക്ഷേപമുണ്ട്. മാത്രമല്ല 4 or 5 സ്ത്രീ വിഷയങ്ങളിൽ ഇപ്പോഴും അവൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്നുമുണ്ട്. മന്ത്രിയുടെ ഇടപെടലാണ് അവൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്നതും പരസ്യമായ രഹസ്യമാണ്. പ്രസീത പറയൂ, ധൈര്യമായിട്ട്. SI വിജയയും അവളെ പ്രോത്സാഹിപ്പിച്ചു. കൂട്ടുകാരിയുടെ പിന്തുണ കൂടിയായപ്പോൾ പ്രസീത ചുണ്ടനക്കി. ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ്. എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ. അവൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ആ ആക്സിഡൻറ്റ് ഒരു പ്ലാന്റ് അറ്റാക്കാണെന്ന് ഡാനി പറഞ്ഞതാണ്. ജനം അമ്പരന്നു. SP അരുണാചലത്തിന് അപകടം മണത്തു. തൊട്ടടുത്തുള്ള CI ഓഫീസിലേക്കും ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് അയച്ചു. കൂടുതൽ പോലീസ് എത്തുവാൻ. ആദ്യം ഒന്ന് വിളറിപ്പോയെങ്കിലും രാഹുൽ പെട്ടെന്ന് ധൈര്യം വീണ്ടെടുത്തു. കള്ളം, പച്ചക്കള്ളം. ഞാൻ കാണുമ്പോൾ ഇവൾ തൂക്കുപാലത്തിനടുത്ത് റോഡിൽ വീണ് കിടക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ ഞാൻ കാണിച്ച സൗമനസ്യമാണിപ്പോൾ എനിക്ക് പാരയായത്. മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്നെയും അച്ഛനെയും കരിവാരി തേക്കുവാൻ പ്രതിപക്ഷം അയച്ചതാണിവളെ, അവൻ വാദിച്ചു. പെട്ടെന്ന് രഘുനന്ദൻ തിരക്കി. മിസ്റ്റർ രാഹുൽ, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ കഷ്ടിച്ച് 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ പ്രസീതയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ 10-12 കിലോമീറ്റർ അകലെയുള്ള കോഴഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? മുഖമടച്ച് ഒരു അടിയേറ്റതുപോലെ രാഹുൽ വിളറി. പകയോടെ അവൻ രഘുനന്ദനെ നോക്കി.
എനിക്ക് പോകേണ്ടിയിരുന്നത് തിരുവല്ലയ്ക്കാണ്. അതിനാൽ ഞാൻ രാഹുൽ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ജനം. കൊല്ലണം ഇവനെ. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ജനം ഇരച്ചു മുമ്പോട്ട് വന്നു. പക്ഷേ CI ഓഫീസിൽ നിന്നെത്തിയ പോലീസുകാരും മന്ത്രിക്ക് എസ്കോർട്ട് വന്നവരും പൊടുന്നനെ രാഹുലിന് ചുറ്റും ഒരു വലയം തീർത്തു. ലാത്തി കുറുകെ പിടിച്ച് അവർ ജനത്തെ പിന്നോട്ട് തള്ളി. സർ, അരുണാചലം ദയനീയമായി ആഭ്യന്തരമന്ത്രിയെ നോക്കി. ഇവിടെ പതറിപ്പോയാൽ തൻ്റെ മന്ത്രിക്കസേര തെറിക്കുമെന്ന് രാജസേനന് ഉറപ്പായി. അധികാരമില്ലെങ്കിൽ പിന്നെ താൻ തെരുവ് പട്ടിക്ക് തുല്യമാണെന്ന് സത്യം അയാൾ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അയാൾ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. താൻ ഒരു കോപ്പും പറയണ്ട, ജനം ആക്രോശിച്ചു. പന്നിയെപ്പോലെ തടിച്ചു കൊഴുപ്പിച്ച് ഇവനെ വളർത്താതെ പെണ്ണ് കെട്ടിച്ചുകൂടെ തനിക്ക്? ആരോ വിളിച്ചു ചോദിച്ചു. തലവഴി മീൻവെള്ളം വീണ അനുഭവമായിരുന്നു മന്ത്രിക്ക്. പൊതുനിരത്തിൽ വെച്ച് നഗ്നനാക്കപ്പെട്ട അവസ്ഥ. അപ്പോഴേക്കും ആറന്മുളയിൽ നിന്നുള്ള പോലീസും എത്തി. വിജയ, പ്രസീത ദൈന്യതയോടെ കൂട്ടുകാരിയെ നോക്കി. വിജയ പ്രസീതയെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് എന്താണെന്ന് വച്ചാൽ ചെയ്യ്, മന്ത്രി പറഞ്ഞു. എങ്കിൽ താൻ പറ. മന്ത്രി പറയുന്നത് കേൾക്കുവാൻ ജനം കാതോർത്തു. ക്യാമറ കണ്ണുകൾ മന്ത്രിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു. രാജസേനൻ പറഞ്ഞു തുടങ്ങി. ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രിയാണ് ഞാൻ. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ കടപ്പെട്ടവൻ. അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ പ്രസംഗിക്കാതെ കാര്യം പറ. ജനത്തിന് അസ്വസ്ഥതയേറി. ഈ ചെറുക്കനെ ഞങ്ങൾ കൈകാര്യം ചെയ്യണോ അതോ? മന്ത്രി കൈ ഉയർത്തി. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായും അവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിനിവിടെ നിയമവും ഉണ്ട്, പോലീസുണ്ട്. അവർ തെളിവുകൾ ശേഖരിക്കട്ടെ. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസിന് ഉത്തരവിടുന്നു. ഞെട്ടിപ്പോയി രാഹുൽ. ഇത്രയും മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്യുക. കേരള ചരിത്രത്തിൽ ഇത് ആദ്യം. അച്ഛാ, അവൻ എന്തോ പറയാൻ ഭാവിച്ചു. അത് ശ്രദ്ധിക്കാതെ രാജസേനൻ കാറിൽ കയറി ഡോറടിച്ചു. രാഹുൽ സാർ സഹകരിക്കണം. CI അലക്സ് എബ്രഹാം അവൻ്റെ കയ്യിൽ പിടിച്ചു. രാഹുൽ അയാളുടെ നെയിം ബോർഡിലേക്ക് നോക്കി. നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങുകയാണ് അലക്സ്. ഹെൽപ്ലെസ് രാഹുൽ. ഇതല്ലാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ജനം നിങ്ങളെ പിച്ചു ചീന്തും. CI ശബ്ദം താഴ്ത്തി പറഞ്ഞു. രാഹുൽ കനപ്പിച്ചു മൂളി. CI അയാളെ സ്കോർപിയോയിൽ കയറ്റി. വിജയ പ്രസീതയെ ടൊയോട്ടയിലും. മന്ത്രിപുത്രൻ വന്ന കാറും ഡ്രൈവറും അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജന രാഹുലിനെ കൂക്കി വിളിച്ചു. റോഡിൽ ഇരുഭാഗത്തും വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതൊന്ന് ഒഴിവാക്കുവാൻ പോലീസ് പാടുപെട്ടു. വലവിധേനയും ആഭ്യന്തരമന്ത്രിയെയും എസ്കോർട്ട് വാഹനത്തെയും കടത്തിവിട്ടു. അതിന് പിന്നാലെ രാഹുലിനെയും പ്രസീതയെയും കയറ്റിയ വാഹനങ്ങളും പോയി. പോലീസ് സ്റ്റേഷൻ. പ്രസീത ഉണ്ടായതെല്ലാം വിശദമായി സ്റ്റേഷൻ ചാർജുള്ള ഇൻസ്പെക്ടറോട് പറഞ്ഞു. വിജയുടെ സാന്നിധ്യത്തിൽ SIയുടെ റൂമിൽ രാഹുൽ പകയോടെ ഇരുന്നു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം SI ജെയിംസ് പ്രസീതമായി സ്വകാര്യമായി സംസാരിച്ചു. പ്രസീത, കേസുമായി മുന്നോട്ട് പോകുവാനാണോ തീരുമാനം? അതെ. ഒട്ടും ചിന്തിക്കാതെ അവളുടെ മറുപടി ജെയിംസിൻ്റെ നെറ്റി ചുളിച്ചു. അത് തന്നെയാണ് നല്ലത്. പക്ഷേ പ്രസീതയ്ക്ക് അറിയാമല്ലോ, ഇത് കേരളമാണ്. മന്ത്രിപുത്രനെതിരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നിൽ പലരുടെയും പ്രേരണയുണ്ടെന്നും ഇപ്പോൾ കൂടെ നിന്ന മീഡിയക്കാർ പോലും പറയും. ഇപ്പോൾ തന്നെ ഈ വാർത്ത നാടെങ്ങും പരന്നു കഴിഞ്ഞു. തലസ്ഥാനത്ത് മന്ത്രിയുടെ ഓഫീസിന് നേരെ പ്രതിപക്ഷത്തിൻ്റെ മാർച്ചും തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നതല്ലേ നല്ലത്. സാർ പറയുന്നത് ഒന്നും മനസ്സിലാക്കാതെ പ്രസീത SIയെ നോക്കി. അയാൾ വിശദീകരിച്ചു. വേണമെങ്കിൽ നിനക്ക് പരാതിയില്ലെന്ന് പറഞ്ഞ കേസ് ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാം. സാർ, അമ്പരന്ന് പോയി പ്രസീത. അതെ, ജെയിംസ് ഒന്നുകൂടി സ്വരം മയപ്പെടുത്തി. ഉണ്ടായതൊക്കെ സത്യം തന്നെ എന്ന് ഞാനും സമ്മതിക്കുന്നു. ഇനി ഇതുമായി മുന്നോട്ട് പോയാൽ ഇന്നു മുതൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രസീതയായിരിക്കും. അറിയാമല്ലോ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്തതൊക്കെയാവും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരിക. തനിക്ക് പിന്നെ പൊതുനിരത്തിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാകും. മന്ത്രിപുത്രൻ റേപ്പ് ചെയ്തവളെന്ന് വരെ ജനം വിളിച്ചു പറയും. സാർ, പ്രസീതയുടെ സ്വരം വിറച്ചു. യെസ്, ഇവിടെ കുട്ടി ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ സുഖമില്ലാതെ കിടക്കുന്ന ഭർത്താവിനെ ചികിത്സിക്കാനും ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുമൊക്കെ നല്ലൊരു തുക തൻ്റെ അക്കൗണ്ടിൽ ഇട്ടുതരും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. പ്രസീതയുടെ മുഖം വല്ലാതെ ചുവന്നു. ചുണ്ടുകൾ വിറച്ചു. ഗദ്ഗതത്തിനിടയിൽ വാക്കുകൾ പുറത്തു ചാടി. സാറിൻ്റെ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ ആയിരുന്നു ഇതുപോലെ ഒരു അനുഭവമെങ്കിൽ സാറ് എത്ര രൂപ വാങ്ങിയേനെ? ഇപ്പോഴത്തെ രൂപയുടെ മൂല്യം അനുസരിച്ച് എന്താ അവരുടെ റേറ്റ്? എടി, അലറിപ്പോയി ജെയിംസ്. എന്നിട്ടും പതറിയില്ല പ്രസീത. തീപ്പെട്ടുകൾ പോലെ വാക്കുകൾ ചീറി. അതെ സാർ. അങ്ങനെ നാണം കെട്ടുണ്ടാക്കിയതാണോ സാറിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ? ജെയിംസിൻ്റെ സർവ്വനിയന്ത്രണങ്ങളും പോയി. അയാൾ കൈ ഓങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ കുതിച്ചു. സാർ, പ്രസീത വിറച്ചുപോയി. ജെയിംസിൻ്റെ കൈത്തലം തൻ്റെ കവിളിൽ വീഴുമെന്ന് അവൾക്കുറപ്പായി. അടുത്ത നിമിഷം SI ജെയിംസിനും പ്രസീതയ്ക്കും ഇടയിലേക്ക് ഒരു കാക്കിധാരി മറ തീർത്തു. SI വിജയ. ജെയിംസ് കൈ വീശിയതാണ്. പക്ഷേ പകുതിക്ക് വെച്ച് അയാൾ കൈ പിൻവലിച്ചു. വിജയ. അയാളുടെ പല്ലുകൾക്കിടയിൽ ആ പേര് ചതഞ്ഞു. യാ. വിജയ പുച്ഛഭാവത്തിൽ ഒന്ന് ചിരിച്ചു. നിങ്ങളുടെ മുന്നിലേക്ക് ഇവളെ ഒറ്റയ്ക്ക് വിട്ടുതന്നത് എൻ്റെ തെറ്റ്. തുല്യ റാങ്കുള്ള നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ടെന്ന് കരുതി വനിതാ കോൺസ്റ്റബിൾ പോലും അടുത്തില്ലാത്ത നിങ്ങൾ ഇവളോട് സംസാരിച്ചത്, അതും ഒരു സ്ത്രീ എന്നുള്ള മാന്യത പാലിക്കാതെ, അത് അതിലും വലിയ തെറ്റ്. വിജയ അയാളുടെ മുഖത്തിന് നേർക്ക് കൈ ചൂണ്ടി. അവളുടെ ചൂണ്ടുവിരൽ നിന്ന് വിറയ്ക്കുന്നത് ജെയിംസ് കണ്ടു. വിജയ, നീ ഇതിൽ ഇടപെടരുത്.
വിജയുടെ മിഴികൾ കത്തി. നീയെന്നോ? അങ്ങനെ വിളിക്കാൻ തനിക്കാരാ അധികാരം തന്നത്? തുല്യ റാങ്കുള്ള 2 പേർ. പിന്നെ തൻ്റെ ഭാര്യയൊന്നുമല്ലല്ലോ ഞാൻ ഇഷ്ടപ്പെട്ട വാക്കുകൾ പ്രയോഗിക്കാൻ. ആ സംസാരം ജെയിംസിനെ വിളറിപ്പിച്ചു. പ്രസീതയുടെ മുന്നിൽ വച്ച് വിജയ തുടർന്നു. സ്റ്റേഷൻ ചാർജ് നിങ്ങൾക്കാണ് എന്നതിന് നേരെ. പക്ഷേ അതൊരു അധികാര ചിഹ്നമാണെന്ന് മാത്രം നിങ്ങൾ കരുതരുത്. അറിയാലോ, എന്നെ, എൻ്റെ അച്ഛനെ, എൻ്റെ ചേട്ടനെ. എൻ്റെ ഒറ്റ കാൾ മതി ജെയിംസേ. ഈ സ്റ്റേഷനിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിവരും ഒരു ഡസൻ പോലീസിൻ്റെ സംരക്ഷണം. താൻ പരാജയപ്പെടുകയാണെന്ന് ജെയിംസിന് തോന്നി. ആ നിമിഷം അയാൾ മനസ്സിൽ ചിലത് ഉറപ്പിച്ചു കഴിഞ്ഞു. വിജയയുടെ പതനം. പൊടുന്നനെ വിജയ പ്രസീതയുടെ കൈക്ക് പിടിച്ചു. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, വാ. കൊടുങ്കാറ്റ് പോലെ അവൾ പ്രസീതമായി പുറത്തേക്ക് പാഞ്ഞു. ഒന്ന് നിന്നേ. പെട്ടെന്ന് പിന്നിൽ നിന്ന് ജെയിംസ് വിളിച്ചു. വിജയ നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. എന്താ? ഒരു പ്രതിയെ പിടിച്ചാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തിക്കുന്ന ജോലി മാത്രമേ പിങ്ക് പോലീസിനുള്ളൂ എന്നത് മറക്കണ്ട. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ, സ്റ്റേഷൻ SI. വിജയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരിയുണ്ടായി. അവൾ വേഗം തൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന സെൽഫോൺ എടുത്ത് കാട്ടി. മിസ്റ്റർ ജെയിംസ്, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുകളടക്കം ഇതിലുണ്ട്. ഇത് ഞാൻ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്താൽ വൈറലാകാൻ സെക്കൻഡുകൾ മാത്രം മതി. പിന്നെ ട്രോളന്മാർ തന്നെ നിർത്തിപ്പൊരിക്കും. തൻ്റെ തൊപ്പി പോയിട്ടായാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അഭിമാനമാണ് മുഖ്യം. മൈൻഡ് ഇറ്റ്. കവിളടക്കം ഒരു അടി കിട്ടിയതുപോലെ ധരിച്ചു നിന്ന് പോയി ജെയിംസ്. പോലീസിൻ്റെ പതനം എന്നും ജനങ്ങൾക്ക് സന്തോഷമാണെന്ന് അയാൾക്കറിയാം. നീ വാടി. വീണ്ടും പ്രസീതയുമായി പുറത്തേക്ക് നടന്ന വിജയുടെ മുന്നിലേക്ക് SIയുടെ ക്യാബിൻ്റെ ഹാഫ് ഡോർ വലിച്ചു തുറന്ന് രാഹുൽ വന്നു. SIയെ നിനക്ക് ഭീഷണിപ്പെടുത്താം. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ മകനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ഈ പോലീസിന് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ലടി. വിജയുടെ പുരികങ്ങൾ വളഞ്ഞൊടിഞ്ഞു. കൊണ്ടുപോടാ. അവനെ തീർത്തും അവഗണിച്ച് വിജയ പ്രസീതമായി പിങ്ക് പോലീസിൻ്റെ ടൊയോട്ടയിൽ കയറി. മന്ത്രിപുത്രൻ്റെ ഭാവി എന്തെന്നറിയുവാൻ പുറത്ത് മാധ്യമപ്പട കാത്തു നിന്നിരുന്നു. തൂക്കുപാലം. വീടിനു മുന്നിൽ ടൊയോട്ട കാർ നിന്നു. മുൻസീറ്റിൽ നിന്ന് തല ചരിച്ച് വിജയ കൂട്ടുകാരിയെ നോക്കി. പ്രസീത, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഏത് നിമിഷവും നിനക്ക് എന്നെ വിളിക്കാം, വിജയ പറഞ്ഞു. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, ഇനിയൊരിക്കലാവാം. പിങ്ക് പോലീസിൻ്റെ വാഹനം തിരിച്ചുപോയി. ആനന്ദ്രാജിനോട് എന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് പ്രസീത വീടിനുള്ളിലേക്ക് കടന്നത്. വല്ലാത്തൊരു നിശബ്ദത അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ അവൾ അറിഞ്ഞു. ആനന്ദ്രാജിൻ്റെ മുറിയിലേക്ക് കാൽ കുത്തിയ നിമിഷം പ്രസീത നടങ്ങി. രാജേട്ടാ! അറിയാത്തൊരു വിലാപം പ്രസീതയുടെ കണ്ടത്തിൽ കിടന്നു പിടഞ്ഞു. ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ കണ്ണുകൾ വല്ലാതെ തുറിച്ചുന്തി. ആനന്ദ്രാജിൻ്റെ കിടക്കയിൽ 4 പേർ. 2 പേർ കാൽക്കലും 2 പേർ ശിരസിൻ്റെ ഭാഗത്തും. അവരിൽ ഒരാൾ ആനന്ദ്രാജിന് കഴിക്കാൻ വേണ്ടി വച്ചിരുന്ന ആപ്പിൾ ഒരു സ്റ്റീൽ കത്തി കൊണ്ട് വളരെ സൂക്ഷ്മതയോടെ മുറിച്ച് ആസ്വദിച്ച് കഴിക്കുകയാണ്. അവരിൽ ഒരാൾ ചിലന്തി സോമനും അടുത്തയാൾ ഡാനിയുമായിരുന്നു. ആനന്ദ്രാജ് ഒന്ന് ഇമയാനക്കാൻ പോലും ഭയന്ന് നിശ്ചല കിടക്കുന്നു. ആഹാ, ഇത്ര വേഗം വന്നു അല്ലേ? ചിലന്തി സോമൻ ചിരിച്ചു. പ്രസീതയുടെ സർവ്വനിയന്ത്രണവും പോയി. അവൾ മുറിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി. എന്ത് അതിക്രമമാണിത്? നിങ്ങൾ മര്യാദയ്ക്ക് പുറത്തു പോകുന്നുണ്ടോ അതോ? പോകുന്നില്ല പറഞ്ഞത് ഡാനിയാണ്. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊന്ന് കാണിച്ചേടി. എടാ! ബാഗു വലിച്ചെറിഞ്ഞ് അവൾ ഡാനിക്ക് നേരെ കുതിക്കാനാഞ്ഞു. പെട്ടെന്ന് ചിലന്തി സോമൻ സ്റ്റീൽ കത്തി ആനന്ദ്രാജിൻ്റെ കഴുത്തിൽ കുറുകെ അമർത്തി. ഇനി നീ ഒരടി മുന്നോട്ട് വച്ചാൽ ഒരു ബലൂണിൻ്റെ കാറ്റ് പോകുന്ന നേരം പോലും വേണ്ടി വരില്ല ഇവൻ്റെ പ്രാണൻ പോകാൻ. കാണണോ? പിന്നിൽ നിന്നാരോ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചതുപോലെ നിന്നുപോയി പ്രസീത. അറിയാതെ അവളുടെ കൺകോളുകളിൽ 2 ഉറവുകൾ ജന്മം കൊണ്ടു. നിസ്സഹായതയുടെയും നിരാലംബതയുടെയും ഭാവം മുഖത്ത് കാൽമ തീർത്തു. ചിലന്തി സോമൻ വിജയഭാവത്തിൽ ചിരിച്ചു. നമ്മുടെ ജാതിയിൽ എന്നെപ്പോലെ നല്ല ഒന്നാന്തര ആണുങ്ങളുള്ളപ്പം നീ എന്തിനാടി ഇവൻ്റെ കൂടെ പോകുന്നത്? എന്നിട്ട് എന്തായി? വാഴത്തട പോലെ കിടക്കുന്ന ഇവനെ കൊണ്ട് ഇനി എന്താടി പ്രയോജനം? പ്രസീത നിന്നിരുക്കി. ആനന്ദ്രാജ് കണ്ണുകൾ ഇറുക്കിയടക്കുന്നത് അവൾ കണ്ടു. സോമൻ പറഞ്ഞതിൻ്റെ ബാക്കിയായി ഡാനിയും അറിയിച്ചു. അഥവാ ഇവൻ പഴയതുപോലെ എഴുന്നേറ്റ് നടന്നാൽ വീണ്ടും ഞാൻ വരും, ഒരു ടിപ്പർ ലോറിയുമായിട്ട്. അന്നെനിക്ക് പക്ഷേ യാതൊരു പിഴവും സംഭവിക്കില്ല. എൻ്റെ ലോറിയുടെ പിൻചക്രങ്ങൾ ഈ മത്തങ്ങ തലയുടെ മുകളിലൂടെ കയറിയിറങ്ങും. ഡാനി ആനന്ദ്രാജിൻ്റെ ശിരസിൽ മെല്ലെ തടവി. നിങ്ങൾക്ക് എന്ത് വേണം അത് പറ. പ്രസീതയുടെ വാക്കുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. അതറിഞ്ഞ് 4 പേരും ചിരിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാ, അത് നിനക്കും അറിയാം. എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന ഇവൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്നെ സ്നേഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളതിപ്പോൾ ചെയ്യുന്നില്ല എന്ന് വെച്ച് ചെയ്യത്തില്ലെന്ന് പറയാനാവില്ല. ചിലന്തി സോമൻ ആനന്ദ്രാജിൻ്റെ കഴുത്തിൽ നിന്ന് കത്തി മാറ്റി. ആനന്ദ്രാജ് ശ്വാസം വലിച്ചു വിട്ടു. സോമൻ്റെ ശബ്ദം മുറിയിൽ മുഴങ്ങി. ഇപ്പോൾ വേണ്ടത് ഒന്ന് മാത്രം. SI ജെയിംസ് പറഞ്ഞ അതേ കാര്യം. നിനക്ക് പരാതിയൊന്നുമില്ല. രാഹുൽ സാർ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടേയുള്ളൂ. നീ ചോദിക്കുന്ന പ്രതിഫലം നിനക്ക് തരും. പ്രസീത തല കുടഞ്ഞു. ഇല്ലടാ, അതേതായാലുമില്ല. നീയൊക്കെ എന്നെ കൊന്നാലും. കൊല്ലുന്നത് നിന്നെയല്ലല്ലോ. ചിലന്തി സോമൻ കത്തിമുന ആനന്ദരാജിൻ്റെ നെറ്റിയിലെ രേഖകളിലൂടെ പതുക്കെ ഓടിച്ചു. അവിടെ ചോര പൊടിയുന്നതുപോലെ പ്രസീതയ്ക്ക് തോന്നി. എടാ! അവൾ അലറിക്കൊണ്ട് സോമന് നേരെ പാഞ്ഞു. പൊടുന്നിനെ ആനന്ദരാജിൻ്റെ കാൽക്കൽ ഇരുന്നവരിൽ ഒരാൾ അവളെ വട്ടം പിടിച്ചു. മരിക്കേണ്ടി വന്നാലും സമ്മതിക്കരുത് പ്രസീതേ. ആനന്ദരാജിൻ്റെ തൊണ്ടയനങ്ങി.
എങ്കിൽ നിന്റെ മുന്നിൽ വച്ച് തന്നെ നിന്റെ ഭാര്യയുടെ അഹങ്കാരം തീർത്തേക്കാവടാ. കാറ്റ് പോലെ ഡാനി പാഞ്ഞു വന്നു. പ്രസീതയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കവിളടക്കം ഒറ്റയടി. അമ്മേ, അവൾ അലറി വിളിച്ചു. അയാൾ അവളുടെ കാലുകളിൽ തട്ടി തറയിലേക്ക് മറിച്ചു. രാജേട്ടാ, അവൾ വിലപിച്ചു. അടുത്ത ഭാഗം കാണാനാവാതെ ആനന്ദരാജ് കണ്ണുകൾ ഇറുക്കിയടച്ചു. പ്രസീത കുതറിപ്പിഴഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഡാനി പിടിവിട്ടില്ല. അയാൾ അവളുടെ സാരി വലിച്ചഴിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് ഒരു കാക്കിധാരിയുടെ കാൽക്കൽ. കാക്കിധാരി കുനിഞ്ഞ് ആ സാരി എടുത്തു. അടുത്ത നിമിഷം ചില ക്യാമറകൾ മിന്നി. ചിലന്തി സോമനും സംഘവും നടുങ്ങിപ്പോയി. മുന്നിൽ സാരിയും പിടിച്ച് SI വിജയ. അവൾക്കു പിന്നിൽ 2 ക്യാമറമാൻമാർ. അവർ ഈ രംഗം ഫോട്ടോ ആക്കിയെന്ന് ഉറപ്പ്. തിരിഞ്ഞു നോക്കിയ പ്രസീതയും കൂട്ടുകാരിയെ കണ്ടു. തീപ്പൊള്ളലേറ്റതുപോലെ ഡാനി അവളെ പിടിവിട്ട് ചാടി എണീറ്റു. മാറിൽ കൈപ്പിണച്ച് പിടിച്ചുകൊണ്ട് പ്രസീതയും. SI വിജയ്ക്ക് പിന്നാലെ പോലീസിൻ്റെ സംഘവും ഫോട്ടോഗ്രാഫർമാരും അകത്തേക്ക് കടന്നു. വിജയ അവരിൽ നിന്ന് ദൃഷ്ടികൾ മാറ്റാതെ വാതിലടച്ചു. കൈകൾ പിന്നിലേക്ക് ഉയർത്തി വാതിലിൻ്റെ കൊളുത്തുമിട്ടു. അപ്പോൾ ഗുണ്ടാച്ചേട്ടന്മാരെ ഇവിടെയൊന്ന് റേപ്പ് ചെയ്തേ, ഞങ്ങളൊന്ന് കാണട്ടെ. വിജയ പ്രസീതയെ അവർക്ക് നേരെ തള്ളി. എടി പുല്ലേ, ചിലന്തി സോമൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. ഇവളെ മാത്രമല്ലേ, വേണ്ടി വന്നാൽ നിന്നെയൊക്കെയും ഞങ്ങൾ റേപ്പ് ചെയ്യും. വിജയ ചിരിച്ചു. അതെന്താണ്, റേപ്പ് ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? ചോദിക്കുന്നതിനിടയിൽ തന്നെ അവൾ ഒരു പിസ്റ്റൾ വലിച്ചെടുത്തു. ശേഷം CPO നിർമ്മലയെ നോക്കി. അവനെ റേപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കും നിർമ്മലെ. നിർമ്മല മുന്നോട്ടെടുത്തു. ചിലന്തി സോമൻ കത്തിക്കൊണ്ട് ആനന്ദരാജിനെ ആക്രമിക്കും എന്ന് പറയാൻ ഭാവിക്കുകയായിരുന്നു. അതിനു മുൻപ് നിർമ്മലയുടെ വലതുകാൽ വീശിയുയർന്നു. ചിലന്തിയുടെ കയ്യിൽ ശക്തമായൊരു ചവിട്ടേറ്റു. ഹാ! അവ്യക്തമായ ഒരു നിലവിളിയോടെ അയാൾ കത്തിയിലെ പിടിവിട്ടു. ആ ക്ഷണം നിർമ്മലയുടെ മടക്കിയ കാൽമുട്ട് അയാളുടെ അടിവയറ്റിൽ ഇടിച്ചു കയറി. സോമൻ്റെ തുറന്നവ അങ്ങനെ തന്നെയിരുന്നു. ഒരു നിമിഷം പിന്നെ അടിവയറ്റിൽ കൈയമർത്തി അയാൾ തറയിലേക്ക് ഊർന്നു. നിർമ്മല അയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് മുഖം മേലേക്ക് മലർത്തി. ഇനി നിനക്ക് റേപ്പ് ചെയ്യണോടാ? വേണ്ടായേ. സോമൻ്റെ കണ്ണു തള്ളി നിന്നു. ഏതവനെങ്കിലും അനങ്ങിയാൽ അവൻ്റെ നെഞ്ചിലേക്ക് ഞാൻ നിറയൊഴിക്കും, എന്നിട്ട് ആത്മരക്ഷാർത്ഥം ആണെന്ന് പറയും. വിജയുടെ മുന്നറിയിപ്പ്. അടുത്ത നിമിഷം ശാന്തിനിയും അമലയും സുമവും മറ്റുള്ളവർക്ക് നേരെ ചാടി വീണു. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വിജയ പിസ്റ്റൾ ചൂണ്ടി നിന്നു. പ്രസീത ആനന്ദരാജിൻ്റെ അരികിൽ ഓടിയെത്തി. കിടക്കയിലിരുന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. രാജേട്ടാ, അവൾ കരഞ്ഞു. അയാൾ പുഞ്ചിരിച്ചു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പിങ്ക് പോലീസ് ഗുണ്ടകൾ 4 പേരെയും ചതച്ചതിന് തുല്യമാക്കി. ഫോട്ടോഗ്രാഫർമാരെല്ലാം പകർത്തി. വിജയ, പ്രസീത അവൾക്ക് നേരെ കൈകൂപ്പി. നീ എങ്ങനെ ഈ സമയത്ത് വന്നെന്നല്ലേ? വിജയ തലയിളക്കി. അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. ശത്രുശേരിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മകനാവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക സ്വാഭാവികമല്ലേ, അതും കേരളത്തിൽ. കൊട്ടേഷൻ തലസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇവനെ പോലെയുള്ള കൊട്ടേഷൻകാരെ കയ്യിൽ കിട്ടിയാൽ ഉടനെ ഇങ്ങനെ ചതച്ചേക്കണം, എങ്കിലേ ഈ നാട് നന്നാവൂ. പക്ഷേ നമ്മുടെ പോലീസിനും സദാചാര പോലീസിനും ഇതിനൊന്നും നേരമില്ലല്ലോ. വിജയ് വെട്ടിത്തിരിഞ്ഞു. ഡാനിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പൊക്കി. നിനക്കൊക്കെ പരാതിയുണ്ടോടാ? ഇല്ലേ? എങ്കിൽ പോയിക്കോ. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ 4 പേരും വേച്ച് ഓടിപ്പോയി. അവന്മാരെ വിടരുതായിരുന്നു. പ്രസീത പല്ലിറുമി. അല്ലാതെ പിന്നെ ചിക്കനും മട്ടണും ബീഫും കൊടുത്ത് ജയിലിൽ സുഖവാസം അനുഭവിപ്പിക്കാനോ? ഇതാകുമ്പം കുറേ കാലമെങ്കിലും ഇവന്മാർ മര്യാദയ്ക്ക് നടന്നോളും. പ്രസീത എഴുന്നേറ്റ് കൂട്ടുകാരിയുടെ കൈപ്പത്തികൾ കൂട്ടിപ്പിടിച്ചു. നന്ദിയുണ്ടടി. എന്തിന്? പ്രസീത മറുപടി പറയും മുമ്പ് വിജയുടെ ഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്ത SI വിജയുടെ മുഖം ഇളറിപ്പോയി. ഞാൻ ഉടൻ വരാം. ഫോണിലൂടെ അത്രമാത്രം പറഞ്ഞിട്ട് SI വിജയ കാൾ മുറിച്ചു. ശേഷം തിടുക്കത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ നോക്കി. വിളിച്ചപ്പോൾ ഇത്രയും വേഗത്തിൽ നിങ്ങൾ ഇവിടെ എത്തിയതിന് നന്ദി. ഫോട്ടോയുടെ പ്രിൻറ്റും നെഗറ്റീവും എനിക്ക് വേണം. ശരി മാഡം. അവർ അപ്പോൾ തന്നെ പുറത്തിറങ്ങി. റോഡിൽ ഇരുന്ന ഹോണ്ട ബൈക്കിൽ കയറിപ്പോയി. എന്താ വിജയ? അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചു നിന്ന പ്രസീത തിരക്കി. അച്ഛനൊരു ആക്സിഡൻറ്റ്, ഞാൻ അങ്ങോട്ട് പോകുകയാ. പ്രസീത വല്ലാതെയായി. കുഴപ്പമെന്തെങ്കിലും? ഒന്നും അറിയില്ല. പിന്നെ ഇനി അവന്മാരെ പേടിക്കണ്ട. മന്ത്രിയോ അവരുടെ ആൾക്കാരോ അനുരഞ്ജത്തിൻ്റെ പേര് പറഞ്ഞ് വന്നേക്കും. വഴങ്ങരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. വിജയ ആനന്ദരാജിനെയും ഒന്ന് നോക്കി. ശേഷം വേഗം പുറത്തേക്ക് പോയി. ഒപ്പം മറ്റ് പോലീസുകാരും. വാതിൽക്കൽ വരെ പ്രസീതയും ചെന്നു. പിങ്ക് പോലീസിൻ്റെ ടൊയോട്ട കാർ കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. തിടുക്കത്തിൽ വിജയ ചാടിയിറങ്ങി. കാഷ്വാലിറ്റിക്ക് മുൻപിൽ അനൂപും സത്യനും ഉണ്ടായിരുന്നു. അനൂപ് ഭരണകക്ഷിയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. സത്യൻ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു. പെങ്ങളെ കണ്ട് 2 പേരും അടുത്തെത്തി. ചേട്ടാ, ഇപ്പോൾ കരയുമട്ടിലായിരുന്നു വിജയുടെ ശബ്ദം. പേടിക്കാനൊന്നും ഇല്ലെന്നാടി ഡോക്ടർ പറഞ്ഞത്. അനൂപ് സഹോദരിയെ ആശ്വസിപ്പിച്ചു. അമ്മയറിഞ്ഞോ? സുമൻ പറഞ്ഞു. 2 പേരും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. കാഷ്വാലിറ്റിയുടെ വാതിൽക്കൽ അസ്വസ്ഥതയോടെ നിന്ന് വിജയ അതിനിടെ തിരക്കി. എങ്ങനെയായിരുന്നു സംഭവം? മറുപടി നൽകിയത് സത്യനാണ്. അച്ഛൻ പുല്ലാട്ട് വഴി ആക്റ്റീവയിൽ വരികയായിരുന്നു. പിന്നാലെ വന്ന ഒരു ജീപ്പ് തട്ടുകയായിരുന്നു. എന്നിട്ട് ജീപ്പുകാരൻ എവിടെ? നിർത്താതെ പോയി. വിജയുടെ നെറ്റി ചുളിഞ്ഞു. അനൂപ് കൂട്ടിച്ചേർത്തു. ദൃക്സാക്ഷികൾ പറയുന്നത് അച്ഛൻ്റെ കുഴപ്പമല്ലെന്നാ. മനഃപൂർവ്വം ജീപ്പ് ഇടിച്ചതുപോലെയുണ്ടെന്നാ. വിജയുടെ തലച്ചോറിൽ സംശയത്തിൻ്റെ ഒരു വല വന്നു മൂടി. അവൾ എന്തോ കൂടി ചോദിക്കാൻ ഭാവിച്ചപ്പോൾ പിന്നിൽ ഒരു നിലവിളി കേട്ടു. ദേവേട്ടാ!
വിജയും അനൂപും സത്യനും ഒന്നിച്ചു തിരിഞ്ഞു. അമ്മേ, കൂടെ സുമവും ഉണ്ട്, അനൂപിൻ്റെ ഭാര്യ. ഇങ്ങനെ നിലവിളിക്കാതെ അമ്മേ, ആളുകൾ ശ്രദ്ധിക്കുന്നു, അനൂപ് പറഞ്ഞു. നിനക്കിത് പറയാം, എനിക്ക് ദേവേട്ടനെ കാണണം അമ്മേ. വിജയ മാലിനിയെ പിടിച്ച് നിർത്തി. ഇത് ഹോസ്പിറ്റലാണ്, അച്ഛന് കുഴപ്പമൊന്നുമില്ല. മാലിനി മകളെ തുറച്ചു നോക്കി. നിനക്കങ്ങനെ പറയാം, അല്ലെങ്കിലും നിങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയൂ. പെട്ടെന്ന് കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് തലനീട്ടി. വാസുദേവൻ്റെ ആളുകളാരാ? ഞങ്ങളാ, മാലിനിയും മക്കളും ഒന്നിച്ചു പറഞ്ഞു. വിജയ, നേഴ്സ് തിരക്കി. ഞാനാ, പേഷ്യൻറ്റിന് മാഡത്തിനെ കാണണമെന്ന്. വിജയ അകത്തേക്ക് പോകാൻ ഭാവിച്ചതും മാലിനിയും ഒപ്പം ചെന്നു. ഞാനും വരുന്നു, ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, നേഴ്സ് അറിയിച്ചു. അമ്മ ഇവിടെ നിൽക്ക്. സുമ മാലിനിയുടെ കൈക്ക് പിടിച്ചു. വിജയ അകത്തേക്ക് പോയി. ഒരു കിടക്കയിൽ വലതു കൈയിൽ പ്ലാസ്റ്റർ ഇട്ട നിലയിൽ വാസുദേവൻ. മോളെ, അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ശരിക്കും എന്താ ചുണ്ടായത്? വിജയുടെ കണ്ണുകൾ നിറഞ്ഞു. വാസുദേവൻ ഒരു നിമിഷം മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ പറഞ്ഞു, നീ ഇത് കേട്ട് ഒന്നിനും ചാടി പുറപ്പെടരുത്. അനൂപ് ഒരിക്കലും ഇത് അറിയാനിടവരരുത്. അവൻ്റെ സ്വഭാവം അറിയാമല്ലോ. വിജയ്ക്ക് നെഞ്ചിടിപ്പേറി. അച്ഛൻ പറയാൻ പോകുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണെന്ന് അവൾക്ക് ഉറപ്പായി. വിജയ വാസുദേവൻ്റെ കിടക്കയോട് ചേർന്ന് നിന്നു. വാസുദേവൻ്റെ കണ്ണുകൾ മുകളിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ കറങ്ങുന്ന ഫാനിലായിരുന്നു. അയാളുടെ മുഖം ഉരഞ്ഞു പൊട്ടിയിരിക്കുന്നത് അവൾ കണ്ടു. ശരീരത്തിന് നല്ല വേദനയുണ്ടെന്ന് ആ ഭാവം കണ്ടാലറിയാം. പറയൂ അച്ഛാ, വിജയ്ക്ക് തിടുക്കമായി. വാസുദേവനൊന്ന് ഞെട്ടിയതുപോലെ തോന്നി. അയാളുടെ ചുണ്ടനങ്ങി. അന്തിപത്രമാണെങ്കിലും ഒന്ന് നടത്തുന്നതുകൊണ്ട് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. കുമ്പനാട്ടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് മന്ത്രിപുത്രൻ്റെ വിവരം അറിയുന്നത്. ഒന്ന് നേരിൽ അന്വേഷിക്കാമെന്ന് കരുതി ഇറങ്ങാൻ ഭാവിക്കുമ്പോൾ എനിക്കൊരു കാൾ വന്നു. വിജയുടെ ഹൃദയതാളത്തിന് വേഗതയേറി തുടങ്ങി. എന്തായിരുന്നു കാൾ? മന്ത്രിയെയോ മകനെയോക്കുറിച്ച് എന്തെങ്കിലും എഴുതിയാൽ പ്രസ് ഉൾപ്പെടെ എന്നെ കത്തിക്കുമെന്ന്. വിജയുടെ ഞരമ്പുകൾ വരിഞ്ഞു മുറുകി. ആരാണ് വിളിച്ചതെന്നറിയാമോ? ഇല്ല, ഏതോ കോയിൻ ബൂത്തിൽ നിന്നുള്ള കാളായിരുന്നു. എന്നിട്ട്? വിജയാച്ചൻ്റെ മുഖത്ത് നിന്ന് നോട്ടം പിൻവലിച്ചില്ല. നീയങ്ങ് കത്തിക്കട കൂവേ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ കോഴഞ്ചേരിക്ക് പോന്നു. പുല്ലാട് ജംഗ്ഷൻ കഴിഞ്ഞ് ത്രിവേണി സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലെത്തിയതും പിന്നിലൂടെ വന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. വിജയ കണ്ണുകൾ ഇറുക്കിയടച്ച് പല്ലുകൾ കടിച്ചു പിടിച്ചു. ആ രംഗം മനസ്സിൽ കാണുന്ന പോലെ. എന്നിട്ട് അച്ഛൻ ജീപ്പിൻ്റെ നമ്പർ വല്ലതും നോട്ട് ചെയ്തോ? അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല. പക്ഷേ മിന്നായം പോലെ ഡ്രൈവർ സീറ്റിലിരുന്ന ആളുടെ മുഖം ഞാൻ കണ്ടു. ആരാ? വിജയുടെ കണ്ണുകൾ വികസിച്ചു. കരടി. കരടി വാസു. വാസുദേവൻ അമർത്തി മൂളി. വിജയുടെ മനസ്സിൽ കരടി വാസുവിൻ്റെ മുഖം തെളിഞ്ഞു. പന്നിവേലിച്ചിറയിൽ ഫിഷ് ഫാമിൻ്റെ അടുത്തെവിടെയോ ആണ് അവൻ്റെ വീട്. കഞ്ചാവ് വിൽപ്പനക്കാരി അമ്മണിയുടെ മകൻ. അമ്മണിക്ക് കഞ്ചാവ് വിൽപ്പനയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരിക്കൽ പോലും പോലീസിന് അവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. അമ്മണിയെ ഒറ്റിക്കൊടുക്കാൻ ഒറ്റയാളും തയ്യാറാകത്തുമില്ല. അങ്ങനെ ചെയ്താൽ പിറ്റേന്ന് കൈക്കാലുകളൊടിഞ്ഞ് ഏതെങ്കിലും കലിങ്ങിനടിയിൽ കിടക്കുന്നതായവും കാണുക. ചെയ്തത് കരടിയാണെങ്കിലും പരിക്കേറ്റ ആൾ പോലും ആ പേര് പറയില്ല. അതാണ് കരടി വാസു. മാത്രമല്ല, ആഭ്യന്തരമന്ത്രി രാജസേനൻ്റെ പ്രധാന ഗുണ്ട കൂടിയാണ് അയാൾ. പണി വന്ന വഴിയേതെന്ന് വിജയ തിരിച്ചറിഞ്ഞു. ഇക്കാര്യം നിന്റെ മനസ്സിലിരുന്നാൽ മതി. പറ്റിയ സാഹചര്യം വരാതെ കരടിയെ പൂട്ടാൻ പറ്റില്ല, വാസുദേവൻ ഓർമ്മിപ്പിച്ചു. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ വിജയ തലയാട്ടി. അനൂപ് അറിയല്ലേ? വാസുദേവൻ വീണ്ടും പറഞ്ഞു. ഇല്ല. വിജയ പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ നിന്നിറങ്ങി. അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് മാത്രം മറ്റുള്ളവരോട് പറഞ്ഞു. രാത്രി എന്തോ ചിന്തിച്ച് കിടക്കുകയായിരുന്ന വാസുദേവൻ പെട്ടെന്നാണ് ആരുടെയോ നിലവിളി കേട്ടത്. അയാൾ തല തിരിച്ചു നോക്കി. അറ്റൻഡന്മാർ ഒരാളെ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്നു. അയാൾ കിടന്ന് പുളയുകയാണ്. ചോരയിരിക്കുന്ന ശരീരം. ഞെട്ടലോടെയാണ് വാസുദേവൻ ആ മുഖം കണ്ടത്. വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും നോക്കി വാസുദേവൻ. അത് അയാൾ തന്നെ, കരടി വാസു. മുഖം മാത്രം തിരിച്ചറിയാം, ബാക്കിയൊക്കെ ചോരയാണ്. സ്ക്രീനിനപ്പുറത്തേക്ക് അയാളെയും കൊണ്ട് സ്ട്രെച്ചർ പോയി. വാസുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള അടങ്ങാത്ത ഉത്കണ്ഠയിലായി വാസുദേവൻ. തങ്ങളുടെ പേരുകൾ തമ്മിൽ സാമ്യമുണ്ടെന്ന് അയാൾ ഓർത്തു. വാസുദേവനും വാസുദേവും. സ്ട്രെച്ചറുമായി ഒരു അറ്റൻഡർ മടങ്ങി വരുന്നത് കണ്ടു വാസുദേവൻ അയാളെ അടുത്ത് വിളിച്ചു. വാസുദേവനെ അറ്റൻഡർക്ക് പരിചയമുണ്ട്. അത് കരടിയല്ലേ? വാസുദേവൻ തിരക്കി. ആന്ന് സാറേ, അവൻ വലിയ ഗുണ്ടയാണെന്നല്ലേ പറയുന്നത്? എന്നിട്ട് കിടന്ന് മോങ്ങുന്നത് കണ്ടില്ലേ, പട്ടിയെ പോലെ? അറ്റൻഡർ പുച്ഛിച്ചു. അവന് എന്താ പറ്റിയത്? അറ്റൻഡർ ശബ്ദം താഴ്ത്തി. ആരാണ്ട് മുട്ടം പണി കൊടുത്തതാ സാറേ. വ്യക്തമായി അറിയില്ല, എന്നാലും പറഞ്ഞു കേട്ടത് ഇതാ. പന്നി ചിറയിലെ കലുങ്കിൽ രാത്രി കഞ്ചാവ് വിറ്റോണ്ടിരുന്നതാണ് പോലും. അവിടെ വെച്ച് ആരോ കൈകാര്യം ചെയ്തു. നിറയെ ആണിയുള്ള എന്തോ ആയുധം കൊണ്ടാണ് പ്രഹരിച്ചത്. തലയൊഴികെ ശരീരം മുഴുവൻ മുറിവുകളാണ്. വാസുദേവൻ പിടഞ്ഞുണർന്നു. നിറയെ ആണികളുള്ള എന്തോ ആയുധം. പിന്നെ അയാളൊന്നും ചോദിച്ചില്ല. അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ വാസുദേവനെ വേവാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ മാലിനിയായിരുന്നു അയാൾക്ക് കൂട്ട്. ആ രാത്രി കടന്നുപോയി. നേരം പുലർന്നു. അന്നത്തെ പത്രങ്ങൾ മുഴുവൻ ആഭ്യന്തരമന്ത്രിയുടെ മകനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായ രാഹുലിനെ ഉപാധികളോടെ ജാമ്യത്തിൽ വിട്ടുവെന്ന വാർത്തയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വാർത്ത വായിച്ച അനൂപ് രോഷം കൊണ്ടു. അല്ലെങ്കിലും അവനെയൊക്കെ അകത്തിടാൻ ഇവിടുത്തെ നിയമം ഒന്നറയ്ക്കുമല്ലോ. കണ്ടില്ലേ ഒരു ബിഷപ്പിൻ്റെ കാര്യം? ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പോലും ആകാശത്ത് നിന്ന് നൂൽ കെട്ടി തൂക്കുന്ന അനുവാദം വേണം പോലും.
പാവപ്പെട്ടവൻ വല്ലതും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുമ്പുലക്കയ്ക്ക് ഉരുട്ടു മേടിച്ചേനെ. അത് കേട്ടുകൊണ്ടാണ് കിച്ചണിൽ നിന്ന് ചായയുമായി വിജയ സിറ്റൗട്ടിലേക്ക് വന്നത്. നിങ്ങളുടെ ഭരണമല്ലേ, ഇവിടെ എന്ത് നടക്കുമല്ലോ. പിന്നെ ഈ പറയുന്നതൊക്കെ ഇവിടെ വച്ചായത് നന്നായി. അല്ലെങ്കിൽ കുലം കുത്തിയെന്നും കുതികാൽ വൈപ്പുകാരനെ എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേനെ. അല്ലെങ്കിൽ സ്ഥിരം ശത്രുക്കളെ കൂട്ടുപിടിച്ച് അവിശ്വാസം കൊണ്ടുവന്ന് കസേര തെറിപ്പിച്ചേനെ. ചായക്കപ്പ് വാങ്ങുന്നതിനിടയിൽ അനൂപ് പെങ്ങളെ രൂക്ഷമായി ഒന്ന് നോക്കി. അവൻ്റെ പല്ലുകൾക്കിടയിൽ വാക്കുകൾ ചരിഞ്ഞു. ചിലപ്പം തോന്നും ഈ മുടിഞ്ഞ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതായിരുന്നെന്ന്. എന്തായാലും അടുത്ത തവണ മത്സരിക്കാൻ ഞാനില്ല. വിജയ ചിരിച്ചു. ഇപ്പോഴെങ്കിലും സദ്ബുദ്ധി തോന്നിയല്ലോ. ആർമിളയപ്പന് നന്ദി. അനൂപ് എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കാർ ഗേറ്റ് കടന്നു വന്നു. അനൂപ് പത്രവും ചായക്കപ്പും ടീപ്പോയിൽ വെച്ചു. പോർച്ചിന് മുന്നിൽ കാർ നിന്നു. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് അനൂപും വിജയെ അമ്പരന്നു. ആഭ്യന്തരമന്ത്രി രാജസേനൻ. വിജയുടെ പുരികം ചുളിഞ്ഞു. അയ്യോ, സാറിവിടെ. വിനയാന്വിതനായി അനൂപ് പെട്ടെന്ന് എഴുന്നേറ്റു. ചുറ്റുമൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മന്ത്രി വേഗം സിറ്റൗട്ടിലേക്ക് കയറി. വിജയ പിന്നോട്ട് മാറി. എസ്കോർട്ടും പരിവാരങ്ങളും ഇല്ലാതെ ഞാൻ നേരിട്ട് വന്നത് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് അനൂപേ. വാ, അകത്തിരിക്കാം. എന്നെ ആരും കാണണ്ട. കണ്ടാൽ പിന്നെ അത് മതി വാർത്തയ്ക്ക്. കുറേ അവന്മാർ ക്യാമറയും കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുകയല്ലേ. തിടുക്കത്തിൽ രാജസേനൻ സിറ്റൗട്ടിലേക്ക് കയറി. പിന്നാലെ അനൂപും. വിജയ വേഗം അടുക്കളയിലേക്ക് പോകാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് മന്ത്രി പറഞ്ഞു, മോളൊന്ന് നിൽക്ക്, എനിക്ക് നിന്നോടും കൂടിയാ പറയാനുള്ളത്. വിജയ നിന്നു. മന്ത്രിയുടെ സന്ദർശനത്തിൽ അവൾക്ക് ആശങ്ക മണത്തു. മന്ത്രി ഇരുന്നു. എതിരെ അനൂപും സുമവും സത്യനും അകത്തെ വാതിൽക്കലെത്തി. മന്ത്രി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. അയാൾ പറയുന്നത് എന്തെന്ന് കേൾക്കാൻ എല്ലാവരും കാതോർത്തു. എങ്ങനെയിരിക്കുന്നു തൻ്റെ പഞ്ചായത്ത് ഭരണം? ആഭ്യന്തരമന്ത്രി രാജസേനൻ അനൂപിനോട് തിരക്കി. കുഴപ്പമില്ല, പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ചില പദ്ധതികളും പാതിവഴിക്കാണ്, അനൂപ് അറിയിച്ചു. മന്ത്രി തലയാട്ടി. അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എൻ്റെ മണ്ഡലം എന്ന നിലയ്ക്ക് എൻ്റെ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചു തരാം. താങ്ക് യു സാർ. അനൂപിന് സന്തോഷമായി. പക്ഷേ വിജയ്ക്ക് സംശയം മണത്തു. മന്ത്രി ഈ ഓഫറുകൾ വയ്ക്കുന്നത് വെറുതെയാവില്ലല്ലോ. രാജസേനൻ വിജയ്ക്ക് നേരെ തിരിഞ്ഞു. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ മെഴുവേലിയിൽ ആരംഭിക്കാൻ പോകുന്നത് മോൾ അറിഞ്ഞല്ലോ അല്ലേ? സാർ അറിഞ്ഞു. ഈ 17-ാം തീയതിയാണ് ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്നത്. പണികൾ പൂർത്തിയായാൽ പിന്നെ ഞങ്ങൾ മറ്റൊന്നുകൂടി ചിന്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്നുവരെ ഒരു വനിതാ SIക്ക് സ്റ്റേഷൻ ചാർജ് നൽകിയിട്ടില്ല. ഇവിടെ അങ്ങനെയായാൽ അതൊരു പുതുമയാണല്ലോ. മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തു. പുള്ളിക്കാരൻ്റെ സമ്മതം തന്നെ. DGPക്കും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ്. സാർ. വിജയ കസേരയുടെ പിന്നിൽ പിടിച്ചു നിന്നു. വനിതാ SI ആകുമ്പോൾ നല്ല കഴിവുള്ള ഒരാൾ തന്നെ വേണം. ഞങ്ങളുടെ മനസ്സിൽ അത് വിജയയാണ് സാർ. സ്വാഭാവികമായും ഇത് കേട്ടപ്പോൾ വിജയ സന്തോഷിക്കേണ്ടതാണ്. എന്നാൽ അവളുടെ മുഖം വിളറിയതേയുള്ളൂ. പൊടുന്നനെ മന്ത്രിയുടെ ഫോണിലേക്ക് ഒരു കാൾ വന്നു. അയാൾ അതെടുത്ത് നോക്കി. ചീഫ് മിനിസ്റ്ററാണ്. അവരോട് പറഞ്ഞിട്ട് അയാൾ കാൾ അറ്റൻഡ് ചെയ്തു. 1 മിനിറ്റ് നേരത്തെ സംസാരം. രാജസേനൻ്റെ മുഖം കറുക്കുന്നത് അവർ കണ്ടു. ദേഷ്യത്തോടെ അയാൾ കാൾ മുറിച്ചു. പിന്നെ പറഞ്ഞു, വാസുദേവന് സംഭവിച്ചത് ഞാൻ അറിഞ്ഞു. എത്രയും വേഗം ആ ജീപ്പുകാരനെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശവും നൽകി. ഇന്നെനിക്ക് തിരുവനന്തപുരത്തിന് പോകണം. നാളെയോ മറ്റന്നാളോ ഞാൻ വരുന്നുണ്ട് വാസുദേവനെ കാണാൻ. ആരും അതിന് മറുപടി നൽകിയില്ല. മന്ത്രി തന്നെ സംസാരിച്ചു. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനെന്ന് ഒരു ഊഹം ഒരുപക്ഷെ വിജയ്ക്കുണ്ടായേക്കാം. എൻ്റെ മകന് ഒരു തെറ്റുപറ്റി. ഞാൻ തന്നെയാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടതും. പക്ഷേ രാജസേനൻ പകുതിക്ക് നിർത്തി. പിന്നെ വിജയെ നോക്കി. അവനിപ്പോൾ സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ്. ചാനലായ ചാനലുകളും പത്രമായ പത്രങ്ങളുമെല്ലാം അത് ആഘോഷിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷം നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയുമാണ്. എല്ലാവർക്കും വേണ്ടത് എൻ്റെ രാജിയാണ്. വിജയ മിണ്ടിയില്ല. അനൂപും. മന്ത്രി തന്നെ സംസാരിച്ചു. എന്താ ഞാൻ ചെയ്ത തെറ്റ്? അവന് ജന്മം നൽകിയതോ? അമിത ലാളനയും ഇഷ്ടംപോലെ പണവും രാഹുലിന് ഞാൻ നൽകി എന്നത് സത്യം. എൻ്റെ പദവിയെ അവൻ മിസ്യൂസ് ചെയ്തെന്നുള്ളതും സത്യം. പക്ഷേ മോളെ വിജയ, അവൻ എൻ്റെ ചോരയായി പോയില്ലേ? സാർ, ഞാനതിന് വിജയ പൂർത്തിയാക്കുവാൻ സമ്മതിച്ചില്ല രാജസേനൻ. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. നിൻ്റെ കൂട്ടുകാരിയല്ലേ ആ പെൺകുട്ടി? നീ പറഞ്ഞാൽ അവൾ കേൾക്കും. അവളെക്കൊണ്ട് നീ പരാതി പിൻവലിപ്പിക്കണം. ഇതൊരു അപേക്ഷയായി കൂട്ടിക്കോളൂ. വിജയ സ്തംഭിച്ചു നിന്നു. മന്ത്രി നേരിൽ വന്ന് ഇങ്ങനെ പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. സാർ. വിജയ അല്പം ധൈര്യം സംഭരിച്ചു. രാഹുലിൻ്റെ സ്വഭാവം എന്നേക്കാൾ ശരിക്കറിയാവുന്നത് സാറിനാണ്. ഇപ്പോൾ തന്നെ അവൻ്റെ പേരിൽ എത്ര കേസുകളാണുള്ളത്? പ്രസീത ഈ പരാതി പിൻവലിച്ചാൽ അത് രാഹുലിന് കൂടുതൽ ധൈര്യം നൽകുകയോ ചെയ്യൂ. വിജയ, അനൂപ് എന്തോ പറയാൻ ഭാവിച്ചു. ചേട്ടൻ ക്ഷമിക്കണം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് പ്രലോഭനങ്ങളും അപേക്ഷയുമൊക്കെ നടത്തിയ ഈ മന്ത്രിയുണ്ടല്ലോ, ഇദ്ദേഹം ഇന്നലെ ചെയ്തത് എന്തെന്ന് ചേട്ടനറിയാമോ? അനൂപിന് മനസ്സിലായില്ല. പക്ഷേ മന്ത്രി ഒന്ന് വിളറി. വിജയം പറഞ്ഞു, നമ്മുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണക്കാരൻ ഈ മന്ത്രിയാണ്. നടുങ്ങിപ്പോയി അനൂപ്. വിജയ, അനൂപ് അമ്പരപ്പിൽ വിളിച്ചു. അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ക്ഷണനേരത്തിനുള്ളിൽ മന്ത്രി വിളറി വിയർത്തു. അതെ ചേട്ടാ. SI വിജയ കസേരയിൽ ഒന്നുകൂടി പിടിമുറുക്കി. ഈ മന്ത്രി കൊടുത്ത കൊട്ടേഷനാണ് അച്ഛനെ അപകടത്തിലാക്കിയത്. ഇല്ല, എനിക്കൊന്നും അറിയില്ല, മന്ത്രി പെട്ടെന്ന് പറഞ്ഞു. ഇത് ആരോ ഉണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമാണ്. നോ, വിജയ ശാന്തമായി പറഞ്ഞു.
മന്ത്രി പെട്ടെന്ന് പറഞ്ഞു. എനിക്കറിയില്ല. എൻ്റെ ശത്രുക്കൾ ആരോ ഉണ്ടാക്കിയ ഒരു പ്രചാരമാണിത്. വിജയ പുച്ഛഭാവത്തിൽ തലവെട്ടിച്ച ശേഷം തുടർന്നു. ICUവിൽ വെച്ച് അച്ഛൻ എന്നെ കാണണം എന്ന് പറഞ്ഞില്ലേ? അച്ഛനാണ് എല്ലാ വിവരവും എന്നെ അറിയിച്ചത്. ആക്സിഡൻറ്റ് നടന്ന സമയത്ത് തന്നെ ആ ജീപ്പിൻ്റെ ഡ്രൈവറെ അച്ഛൻ കണ്ടിരുന്നു. അനൂപിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ആരാ വിജയ അത്? കരടി വാസു. കരടി വാസു? അവൻ ആ പേര് പല്ലുകൾക്കിടയിലിട്ട് ഞെരിച്ചു. പിന്നെ മന്ത്രിയുടെ മുഖത്തേക്ക് നോട്ടം നട്ടു. സാർ, ഈ പറഞ്ഞത് നേരാണെങ്കിൽ കരടി വാസുവിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തിരിക്കും ഞാൻ. അയാൾ സാറിൻ്റെ വലം കൈയാണെന്ന് എനിക്കറിയാം. അനൂപ്, മന്ത്രി എന്തോ പറയാൻ ഭാവിച്ചു. വേണ്ട. അനൂപ് കൈ ഉയർത്തി. രാഷ്ട്രീയം എൻ്റെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തേത് കുടുംബം തന്നെ. ഈ വാസുവിനെ ഞാൻ പൊക്കും. മീഡിയയ്ക്ക് മുന്നിൽ വെച്ച് സത്യം ഏറ്റു പറയിക്കും. അതിനുശേഷം നമ്മൾ തമ്മിൽ ഒന്നുകൂടി കാണും. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവനെ പോലെ ആഭ്യന്തരമന്ത്രി രാജസേനൻ എഴുന്നേറ്റു. ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ അനൂപ്? മന്ത്രിയുടെ ശബ്ദത്തിലെ ഭീഷണിയുടെ ഭാവം അനൂപ് തിരിച്ചറിഞ്ഞു. ഇല്ല സാർ, ഇനിയൊന്നും എനിക്ക് ചിന്തിക്കാനില്ല. അവനും എഴുന്നേറ്റു. എങ്കിൽ ഞാൻ ഹോം മിനിസ്റ്ററാണെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലത്. അയാൾ തിരിഞ്ഞ് വിജയെ നോക്കി. എൻ്റെ മകളുടെ സ്ഥാനമാണ് ഇതുവരെ ഞാൻ നിനക്ക് തന്നിരുന്നത്. കേവലം ഒരു വനിതാ SI എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഒന്നുമല്ല. രാജസേനൻ്റെ വാക്കുകൾ ഒന്നുകൂടി മുറുകി. പുറത്ത് ആകാശങ്ങൾ, കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുവാൻ തുടങ്ങി. വിജയ് പറഞ്ഞു. ഞാൻ ഒരിക്കലും സാറിനെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. സാർ എന്തൊക്കെ നെറുകേടുകൾ കാണിച്ചാലും എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. അപ്പോൾ മന്ത്രിയുടെ സ്വരം ഒന്നുകൂടി കടുത്തു. തൊപ്പിയും കാക്കിയും നിനക്ക് അലങ്കാരമല്ല, അഹങ്കാരമാണെന്ന് എനിക്കുറപ്പായി. അതിനാൽ അത് അഴിച്ചു വയ്ക്കാനുള്ള നേരമായെന്ന് കരുതിക്കോ. എൻ്റെ മകനെ ഞാൻ പുല്ലുപോലെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കും. ഓർമ്മിച്ചോ? തറ ചവിട്ടിക്കുലുക്കി രാജസേനൻ പുറത്തേക്ക് നടന്നു. സാറൊന്ന് നിന്നേ, പിന്നിൽ നിന്ന് വിജയ് വിളിച്ചു. വാതിൽക്കെത്തിയ രാജസേനൻ നിന്നു. തല മാത്രം തിരിച്ചു നോക്കി. വിജയ തിരിഞ്ഞ് സത്യനെ വിളിച്ചു. അതിങ്ങ് കൊണ്ടുവാടാ. സത്യൻ ഒരു സെൽഫോൺ കൊണ്ടുവന്ന് അവളെ ഏൽപ്പിച്ചു. വിജയ അത് മന്ത്രിയെ ഉയർത്തിക്കാട്ടി. സാർ ഇത് കണ്ടോ? സാറ് ഇവിടെ വന്നപ്പോൾ മുതൽ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും ഇതിലുണ്ട്. എനിക്കെതിരെ സാറ് എന്തെങ്കിലും നടപടിക്ക് മുതിർന്നാൽ ആ സെക്കൻഡ് ഇത് എയറിലേക്ക് പോകും. അതുകൊണ്ട് ഒന്നുകൂടി ചിന്തിക്കണം. ശരിക്കും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്. കവിളടക്കം അടിയേറ്റ പ്രതീതിയായിരുന്നു മന്ത്രിക്ക്. പല്ലുകൾ ഞെരിച്ച് മനസ്സിൽ വിജയെ ഒരു പച്ചത്തറി പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയി. കാർ പിന്നോട്ട് നീങ്ങി വെട്ടിത്തിരിഞ്ഞ് ഗേറ്റ് കടന്നുപോയി. ഒരു നിമിഷം അനൂപും വിജയും അത് നോക്കി നിന്നു. വിജയ? പെട്ടെന്ന് തിരിഞ്ഞ് അനൂപ് അവളോട് തിരക്കി. നീ പറഞ്ഞ സത്യമാണോ? കരടി വാസുവാണോ അച്ഛനെ? അതെ. എങ്കിൽ അവനിനി രണ്ടു കാലിൽ നടക്കില്ല. അനൂപ് അകത്തേക്ക് കുതിക്കാനാഞ്ഞു. നില്ല് ചേട്ടാ. വിജയ് അവനെ തടഞ്ഞു. വാസുവിനെ പിടിക്കാനുള്ള ഭാവമാണെങ്കിൽ അതിന് നടക്കില്ല. അതെന്താ? അനൂപിൻ്റെ കണ്ണുകൾ കൂർത്തു. അയാളിപ്പോൾ ഹോസ്പിറ്റലില്ല. ഇന്നലെ രാത്രി ആരോ അയാൾക്ക് മുട്ടൻ പണി കൊടുത്തു. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അവന് സംശയം. പോലീസിലല്ലേ എനിക്ക് പണി. അവൾ ചിരിച്ചു. സമയം മധ്യാഹ്നം. തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ആഭ്യന്തരമന്ത്രി രാജസേനൻ അവിടെ എത്തി. അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ചീഫ് മിനിസ്റ്റർ വേലായുധൻ മാസ്റ്റർ. താനെത്തിയോ? ഇരിക്കി. വേലായുധൻ കസേരയ്ക്ക് നേരെ കഴിച്ചുകൊണ്ടി. രാജസേനൻ ഇരുന്നു. ചീഫ് മിനിസ്റ്റർ റൂമിലുണ്ടായിരുന്ന PAയെ പുറത്തിറക്കി. പിന്നെ ഒരു വെള്ള കടലാസ് എടുത്ത് രാജസേനൻ്റെ മുന്നിൽ വച്ചു. ഒരു പാർക്കർ പേനയും അതിന് മുകളിലേക്കിട്ടു. രാജസേനൻ അമ്പരുന്ന മുഖ്യമന്ത്രിയെ നോക്കി. പിന്നെ പേനയിലേക്കും കടലാസിലേക്കും. എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം? കാര്യം മനസ്സിലായെങ്കിലും ആഭ്യന്തരമന്ത്രി രാജസേനൻ അമ്പരപ്പ് ഭാവിച്ചു. മുഖ്യമന്ത്രി വേലായുധൻ മാസ്റ്ററുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായി. കാര്യം എന്താണെന്ന് തനിക്ക് വ്യക്തമായി അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ തനിക്ക് അത് എൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം അല്ലേ? രാജസേനൻ മിണ്ടിയില്ല. മുഖ്യമന്ത്രി തുടർന്നു. എങ്കിൽ ഞാനങ്ങ് പറഞ്ഞേക്കാം. താൻ രാജിവയ്ക്കണം. ഇപ്പോൾ തന്നെ. തൻ്റെ മകൻ കാരണം ഈ രാജ്യത്ത് എത്ര ഹർത്താൽ നടന്നുവെന്ന് തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഇനിയും താൻ എന്ന വെഴുപ്പിനെ ചുമക്കാൻ സർക്കാരിന് ആവില്ല. ഘടകകക്ഷികൾ എത്രയോ നാൾ മുമ്പ് മുതൽ വാളോങ്ങി നിൽക്കുകയാ. നാളെയും കേരളത്തിൽ ഹർത്താലാണെന്ന് തനിക്കറിയാമല്ലോ. വേലായുധൻ മാസ്റ്റർ തുറച്ചു നോക്കി. രാജസേനൻ. സാർ, അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പറയണം? മുഖ്യമന്ത്രി കസേരയിൽ മുന്നോട്ട് ആഞ്ഞിരുന്നു. മന്ത്രി പദവി പോകുന്നതിൽ പ്രയാസമുണ്ട് തനിക്കെന്ന് എനിക്കറിയാം. പക്ഷേ ഇതല്ലാതെ വേറെ പോംവഴിയില്ല. മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്കും അപ്പോൾ മങ്ങലേൽക്കില്ല. പ്രതിച്ഛായ? കോപ്പ്. രാജസേനൻ പല്ലു ഞെരിച്ചു. എന്നേക്കാൾ മുൻപേ പുറത്തു പോകേണ്ടവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. സാറ് അവന്മാരോട് പറ ആദ്യം രാജിവയ്ക്കാൻ. വേലായുധൻ മാസ്റ്റർ ഒന്ന് ചിരിച്ചു. ആരോപിതരാകുന്ന മന്ത്രിമാർ രാജിവയ്ക്കുന്നത് ഇവിടെ പുതുമയുള്ള കാര്യമല്ല. അവർ സ്വയം നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷമാണ് മന്ത്രിസഭയിൽ തിരിച്ചെത്തിയതും. അതുകൊണ്ട് തൻ്റെ മകൻ നിരപരാധിയാണെന്ന് താൻ തെളിയിക്കുന്ന നിമിഷം ഈ മന്ത്രിസഭയിൽ വീണ്ടും എത്തിയിരിക്കും. ഇത് ഞാൻ നൽകുന്ന വാക്കാണ്. രാജസേനൻ ചിന്തിച്ചിരുന്നു. താൻ രാജിവയ്ക്കാതിരുന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ച് മുഖ്യമന്ത്രി തന്നെ പുറത്താക്കിയെന്നിരിക്കും. പിന്നെ തനിക്ക് മടങ്ങിവരവ് അസാധ്യം. മുഖ്യമന്ത്രിയുടെ ശബ്ദം വീണ്ടും കേട്ടു. ഇത് മാത്രമാണ് രാജസേന ഉപായം. തൻ്റെ വകുപ്പ് ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. തൻ്റെ മകൻ കുറ്റവാളിയല്ലെന്ന് വ്യക്തമാകുന്ന നിമിഷം താൻ വീണ്ടും ആ കസേരയിലുണ്ടാവും. പോരെ? കഥ തുടരും.